ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബിൽഡിങ്സിന്റെ സെക്ടറിനകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് ഒന്ന് A1 കാറ്റഗറിയിൽ വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് രണ്ട് A2 റെസിഡൻഷ്യൽ വരുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനെ നമുക്ക് കാര്യം ഒരു ചെറിയൊരു ഓഫീസ് റൂം ആണെന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്, കൊമേഴ്ഷ്യൽ ആയിട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ഒരു 50 m² താഴെയാണ് ആ ബിൽഡിങ്ങിന്റെ പാരാമീറ്റേഴ്സ് ഉള്ളതെങ്കിൽ, മീൻസ് അതിന്റെ ഏരിയ ഉള്ളതെങ്കിൽ അതിന് A1 കാറ്റഗറിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ബിൽഡിങ്ങിന് നമുക്ക് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പോകാൻ പറ്റും. അതായത് അധികമായി ഫീസ് അതിനകത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു പ്രൊഫഷണൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എഞ്ചിനീയേഴ്സിന്റെ ഓഫീസ്, ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിംഗ് റൂം, ചെറിയ തയ്യൽ യൂണിറ്റുകൾ, ചെറിയ ഷോപ്പുകൾ പോലും, ചെറിയ 50 m² താഴെ വരുന്ന ചെറിയ വീടിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് എന്നൊരു പദവും കൂടെ അതിനകത്തുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ 50 m² വരെ മാക്സിമം എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് A1 കാറ്റഗറിയിലോട്ട് പോകും. അപ്പൊ അത് ബിസിനസ് പർപ്പസിനുള്ള ലൈസൻസിനെല്ലാം അത് നമുക്ക് ഈ ഒരു നിയമം കൊണ്ട് നമുക്കത് സാധ്യമാക്കാൻ പറ്റും. ചെറിയ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വിൽക്കുന്ന കടകൾക്കും നമുക്ക് ഈ 50 m² ചെയ്യാം. അതുപോലെ ക്ലിനിക്കൽസ് ആൻഡ് നഴ്സറി സ്കൂൾസ്, ചെറിയ അതും ഈ നഴ്സറി സ്കൂളുകളൊക്കെ മാത്രമാണ്. പക്ഷെ അത് അറ്റാച്ച്ഡ് ആവണമെന്നില്ല, ഡിറ്റാച്ച്ഡ് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള മാറി നിൽക്കുന്ന 200 m² വരെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ, നഴ്സറീസ്, സ്കൂള്, പിന്നെ ചെറിയ സ്കൂളുകൾ, കിൻഡർ ഗാർഡൻസ് ആൻഡ് ലൈബ്രറീസ്, ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകൾക്കും ഇതേ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് A1 കാറ്റഗറി, A1ന്റെ സെയിം റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതിയാകും. രണ്ടാമത് വരുന്ന കാറ്റഗറിയിലാണ് നമുക്ക് സ്പെഷ്യൽ റെസിഡൻസ് കാറ്റഗറി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സ്പെഷ്യൽ റെസിഡൻസ് കാറ്റഗറി എന്ന് കൊടുത്തേക്കുന്നത് റോമി ഹൗസസ് ആൻഡ് കോൺവെന്റ്, ഡോർമെട്രീസ്, ഹോസ്റ്റൽസ്, ഓർഫനേജ്, ലോഡ്ജ്, ഹോസ്റ്റൽസ്, ഈ കാര്യങ്ങളെല്ലാം വരുന്ന സ്പെഷ്യൽ റെസിഡൻസ് ആണ്. പക്ഷെ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അതിന് എന്തെങ്കിലും നമുക്ക് ഏണിംഗ് ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ ആ കാറ്റഗറിയിലോട്ട് പെടുത്തി ഇത് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ബിൽഡിംഗ് മൂന്നാമത് വരുന്നത് കൊമേഴ്സ്യൽ കാറ്റഗറിയിലാണ്. കൊമേഴ്സ്യൽ മീൻസ് നോൺ റെസിഡൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന്റെ എല്ലാം ടാക്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിലും ഈ അസംബ്ലി ലെസ് ദൻ 200 ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ A1 കാറ്റഗറിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബിലോ 200 m² വരെയുള്ള ഒരു സ്കൂൾ കോളേജ് ആണെന്നുണ്ടെങ്കിൽ, ചെറിയ കോളേജുകളൊന്നും 200 m² നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിന് എഡ്യൂക്കേഷൻ ബിൽഡിങ്ങിന്റെ കാറ്റഗറിയിൽ പെടത്തില്ല, B കാറ്റഗറിയിൽ വരില്ല. ഗ്രൂപ്പ് A1 അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെ നമുക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ് A1ന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതിന് വരുന്നത്. ടാക്സും എല്ലാം അതിന് അനുബന്ധമായിട്ടുള്ളതാണ്. മെഡിക്കൽ ഹോസ്പിറ്റൽ അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് C ആണ്. ഗ്രൂപ്പ് Cക്ക് അതുള്ളതിനകത്തും ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞു 200 m² വരെയുള്ള എന്തെങ്കിലും കൊമേഴ്സ്യൽ ഇത് വരുന്നതിനെ ഗ്രൂപ്പ് Fന്റെ കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യമാണ്. മെഡിക്കൽ ഹോസ്പിറ്റൽ ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ C കാറ്റഗറിക്ക് നമുക്ക് കൂടുതലായിട്ടുള്ള സ്പേസസ് വേണം, അല്ലെ? സൈഡ് ക്ലിയറൻസുകളെല്ലാം നമുക്ക് കൂടുതൽ വേണം. അതിന്റെ റൂൾസ് 23 നമ്മൾ റൂൾസ് 23 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെയും ചെറിയ ഹോസ്പിറ്റലുകൾക്ക് നമുക്ക് കാറ്റഗറി F, കാര്യം അവരുടെ ടാക്സിന് മാത്രമേ വ്യത്യാസം വരുന്നു. ബിലോ 200 m² വരുന്ന ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് അതല്ല, ചെറിയ ക്ലിനിക്കുകളാണെങ്കിൽ 200 m² താഴെയാണ് A1 കാറ്റഗറിയിൽ തന്നെ ചെയ്യാം. പക്ഷേ 200 m² മുകളിലുള്ള ഹോസ്പിറ്റൽ ആയിട്ട് കൊടുക്കുകയാണ്, മെഡിക്കൽ ഹോസ്പിറ്റൽ ആയിട്ട് കൊടുക്കുകയാണ്, സെയിം പർപ്പസ് ഓഫ് എ ഹോസ്പിറ്റൽ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഗ്രൂപ്പ് F കാറ്റഗറിയിൽ വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. അസംബ്ലി ഹാളുകളും അതുപോലെ തന്നെ 200 m² താഴെ വരുന്ന അസംബ്ലി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിന് നമുക്ക് ഗ്രൂപ്പ് F കാറ്റഗറിയിൽ തന്നെ കൊടുക്കാം. എന്നാൽ ഈ ഗ്രൂപ്പ് F, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് D ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും. A1 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് വളരെ കുറച്ച് ഒരുപാട് റിലാക്സേഷൻസ് ഉണ്ട്. സൈഡ് ക്ലിയറൻസിനാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻസ് ഉണ്ട്. അതുപോലെ Fനകത്തും ചെറിയ കടകൾ അപ് ടു 300 m² വരെയുള്ള കടകൾക്ക് നമുക്ക് ഇതേ കാറ്റഗറിയിലുള്ള ഒരു ഘടകം നമുക്ക് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട സൈഡ് ക്ലിയറൻസുകൾ വളരെ വലുതാണ്. കാറ്റഗറി C ആകുമ്പോഴത്തേക്കും സൈഡ് ക്ലിയറൻസ് വലുതാണ്. അതിന്റെ അസംബ്ലി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫ്ലോർ ഏരിയ എടുക്കുന്നതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിനകത്തും അതിന്റെ ആ റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൊടുക്കേണ്ടി വരും. അവിടെയാണ് ചെറിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിലോട്ട് മാറ്റാമെന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ അത്. ഗ്രൂപ്പ് E എന്ന് പറയുന്ന ഒരു ഓഫീസ് ബിൽഡിംഗ്,
നമ്മൾ നേരത്തെ ആ കൊടുത്തിട്ടുള്ളതിനകത്ത് ബിലോ 200 m²-നകത്താണ് ഈ ഓഫീസ് ബിൽഡിംഗ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂള് എഫിന്റെ റൂളാണ് ഉപയോഗിക്കുന്നത്. 200 m² താഴെയുള്ള ഒരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് എഫ് കാറ്റഗറിയും എ1 കാറ്റഗറിയും കൊണ്ട് വലിയ വ്യത്യാസമില്ല. എഫ് എവിടെയാണോ വ്യത്യാസം വരുന്നത് 300 m² മുകളിൽ പോകുന്ന ഒരു കാറ്റഗറിക്ക് മാത്രമേ എഫിന്റെ കൃത്യമായിട്ടുള്ള റൂളുകൾ അവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആപ്ലിക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, കാർ പാർക്കിംഗ്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ബിൽഡിങ്ങിനെ എഫക്ട് ചെയ്തായിട്ട് വരുന്നത്. റൂളുകൾ ഇപ്പോ A1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂളിന് കാർ പാർക്കിംഗ് വേണ്ട, 300 m² വരെയുള്ള അതിന് ഒരു പാർക്കിങ്ങിന്റെ ആവശ്യമേ വരുന്നു. അതേസമയത്ത് അതൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 300 × 90 m² ഒരു പാർക്കിംഗ് വെച്ചത് കൊടുക്കണം. അപ്പൊ അത്രയും പാർക്കിംഗ് ഉള്ള ഫെസിലിറ്റീസ് നമ്മളിവിടെ കണ്ടെത്തണം. അതിൽ നിന്നുള്ള എക്സംഷൻ മേടിക്കുന്നതിന് വേണ്ടിയാണ് ഈ എഫിലോട്ടും. ഓഫീസ് ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതുമല്ല, അതിന്റെ ഏരിയ അതിനേക്കാളും കൂടുതലായിട്ടുള്ള പാർക്കിംഗ് ഏരിയ വേണം, അതുപോലെ സൈഡ് ക്ലിയറൻസിൽ കൂടുതലായിട്ട് വേണം. ഈ കാര്യങ്ങള് നിന്ന് കുറെയൊക്കെ നമുക്ക് ചെറിയ ഓഫീസുകൾ റൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേ അതിനുവേണ്ടി എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കൺസെഷൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എഫ് എന്ന് പറയുന്ന കാറ്റഗറി ഇതാണ് ഏറ്റവും നല്ല, ശരിക്ക് നമ്മുടെ നല്ല രീതിയിൽ അതിനെ റൂളിൽ ഉൾപ്പെടുത്തി ഒരുപാട് പേർക്ക് ഉപയോഗമാകുന്ന രീതിയാണ് നമുക്ക് ഈ പറഞ്ഞ ഈ രണ്ട് കാറ്റഗറിയിലുമുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ എഫിലും A1-ലുമായിട്ട് ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റലിന് പോലും ഒരു വലിയ ഹോസ്പിറ്റലിന്റെ അതേ നോംസ്, അതേ റൂൾസ് നമ്മൾ അവിടെ പാലിക്കേണ്ടി വരും. അതിനുള്ള ആവശ്യം വരുന്നില്ല. ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെതായുള്ള സംവിധാനങ്ങൾ അതൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കെട്ടിടം ആ ക്ലാസ്സിലാണെങ്കിൽ അവിടെ ഒരു കാര്യം കൊണ്ടുവന്നത് അതിന്റെ ഏരിയ, ബേസ് ഏരിയ, ഫ്ലോർ ഏരിയ ബേസിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മൾ ആദ്യത്തെ റൂളിനകത്ത് വന്നതല്ല. ആ കാറ്റഗറിയിലുള്ള എല്ലാ ബിൽഡിങ്ങും അതിൽ തന്നെ തുടരണമെന്നായിരുന്നു. 2019 റൂളിലാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തത്. അത് നമുക്ക് വളരെ സഹായമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് G1 and G2 രണ്ട് കാറ്റഗറികളുണ്ട്. അതെന്ന് പറയുന്ന G1 എന്ന് പറയുന്നത് ഇപ്പോൾ 1000 m² മുകളിൽ വരുന്ന എല്ലാ G1 കാറ്റഗറിയിലുള്ളതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ G2 എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ട് മാറ്റും. അവിടെ കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻസും നമുക്ക് സൈഡ് പ്രിവെൻഷൻസ് ഒത്തിരിയേറെ നമുക്ക് എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. സ്റ്റോറേജും അത് തന്നെയാണ്. സ്റ്റോറേജ് ബിലോ 300, നിങ്ങളൊരു ഗോഡൌൺ ആണ് നമ്മൾ കെട്ടുന്നതെങ്കിൽ ഗോഡൌണ് 4 സൈഡിലും വെഹിക്കിൾ മൂവ്മെന്റിനുള്ള സ്പേസ് വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗോഡൌണ് ഒരു ചെറിയൊരു 300 m² താഴെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം കൊടുത്തുകൊണ്ട് നമുക്കൊരു ഗോഡൌൺ അവിടെ നിർമ്മിക്കാൻ പാടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എഫ് കാറ്റഗറി, എഫിനകത്തുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് നമുക്ക് 50 cm ഇട്ടുകൊണ്ട് ബാക്കിയുള്ള സൈഡുകളിൽ സൈഡ് ക്ലിയറൻസ് കൊടുത്താൽ 1.5 മീറ്റർ, ഫ്രണ്ടിൽ 3.5 കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചെറിയൊരു ഗോഡൌൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 300 m² താഴെ വരുന്ന ഒരു ഗോഡൌൺ ആണെങ്കിൽ അത് എഫ് കാറ്റഗറിയിൽ നമുക്ക് കൊടുക്കാം. ഗോഡൌൺ എന്നുള്ളത് അതായത് സ്റ്റോർ എന്നുള്ള സ്റ്റോറേജിന്റെ ആണ്. എച്ച് കാറ്റഗറിയിൽ നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് റൂളിൽ നിന്ന് കിട്ടുന്ന ഒത്തിരിയേറെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് നമുക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. മൾട്ടിപ്ലക്സിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബിൽഡിംഗ് മോർ ദാൻ 12,000 m² വരുന്നതാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ബിലോ 50 മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണ് ഇതിന് വരുന്നതിനകത്ത് മൾട്ടിപ്ലക്സിന്റെ റൂൾസ് വരുന്നത്. ഒരുപാട് എക്സംഷൻസ് കൊടുത്തുകൊണ്ടാണ് മൾട്ടിപ്ലക്സിങ് ചെയ്തിരിക്കുന്നത്. അവിടെയും പാർക്കിങ്ങിനും സാനിറ്ററി ഫെസിലിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇന്നിപ്പോ സാധാരണ ഒരു ചെറിയൊരു കട പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നതിനേക്കാൾ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിനുള്ള പ്ലേസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണം. അതുപോലെ സാനിറ്റേഷൻ ഈ തന്നിരിക്കുന്നത് നമുക്ക് അതിനകത്തുള്ള നമ്മുടെ ഡെൻസിറ്റി എത്രയാണ്, ഹ്യൂമൻ ഡെൻസിറ്റി ബേസിലാണ് അവർ അതിനെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇത്ര ആൾക്കാർ, അതായത് 1.25 m² തൊട്ട് 5 m² ആണ് അവരെടുക്കുന്നതെങ്കിൽ ആ 5 m² ഒരാള് എന്നുള്ള നിലയിൽ നമ്മൾ എടുത്തിട്ട് ഇത്ര ആളിന് 30 പേർക്ക് ഒരു ടോയ്ലറ്റ് വേണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അത് അടുത്ത ആ സെക്ഷൻ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ള ഗുണങ്ങൾ ഇതാണ്. നമുക്ക് ഒരുപാട് സ്ട്രിക്ട് റൂൾ വരുന്ന പല കാര്യങ്ങളും, ഇപ്പൊ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 300 സീറ്റിന് താഴെയാണ് വരുന്നതെങ്കിൽ അതിന്റെ പെർമിസിബിൾ ഏരിയ അത് നമുക്ക് ഗ്രൂപ്പ് എഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. അപ്പോൾ ഈ തിയേറ്ററിന് വരുന്ന ആ ഏരിയയും അത്രയും സാനിറ്റേഷനും അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള റൂളുകളിലുള്ള കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ഗുണം. അപ്പൊ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട്.
എന്തെങ്കിലും ധാരണ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കപ്പ്. ഇപ്പോഴതിനെ ഒന്ന് ചോദിച്ച് നമുക്ക് അതിനകത്ത് കടന്നു പോവാം. പ്രജീഷ് സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. അപ്പൊ എന്തെങ്കിലും അപ്പൊ ആ ക്ലാസിഫിക്കേഷനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചു പോകണമെങ്കിൽ അത് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അതങ്ങ് ക്ലിയർ ചെയ്യാം. സാറേ അതെ 120 സ്ക്വയർ സാറുമല്ല ഒരു പാർക്കിംഗ് അതും കൂടി ഒന്ന് പറയാവും. 120 എം സ്ക്വയറിന് ഒരു പാർക്കിംഗ് പോരെ സാർ. 120 ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 300 എം സ്ക്വയർ ഉള്ള റെസിഡൻസ് A1 കാറ്റഗറിക്ക് പാർക്കിംഗ് നിർബന്ധമല്ല. A1 കാറ്റഗറിക്ക് പാർക്കിംഗ് നിർബന്ധമല്ല. പക്ഷെ അവിടെ ഒരു ക്ലോസ് കൊണ്ട് വെച്ചിട്ടുണ്ട്, 300 എം സ്ക്വയറിന് മുകളിൽ പോയാൽ ഒരു പാർക്കിംഗ് A1 കൊടുക്കണം. ഞാൻ അപ്പൊ നമുക്ക് വേറൊരു സംശയം, 4 സെന്റിലൊക്കെ സാറേ 4 സെന്റിൽ നമ്മള് 3 ഒരു ഫ്ലാറ്റ് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് 3 ഫ്ലാറ്റ് പണിതേ ഒരു 4 സെന്റിലൊക്കെ പാർക്കിംഗ് കുറവായിരിക്കുമല്ലോ. അപ്പൊ ഒരു 120 സ്ക്വയർ ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ തന്നെ അതിന്റെ അകത്ത് ഒരു പാർക്കിംഗ് കാണിച്ചാൽ മതിയാവും 3 കൂടിയിട്ട്. അല്ല, അതിനകത്ത് വരുന്നത് സെപ്പറേറ്റ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ അത് യൂണിറ്റ് ബേസിലോട്ട് മാറും. അങ്ങനെ വരുമ്പോൾ 75 എം സ്ക്വയറിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 75 എം സ്ക്വയർ ഉള്ള 3 യൂണിറ്റുകൾക്ക് ഒരു പാർക്കിംഗ് എന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തേനകത്ത് അത് നമ്മൾ മാറ്റി അത് ഒന്നുകൂടെ കുറച്ച് 2 എന്നുള്ള രീതിയിലോട്ട് മാറ്റി 120-ന് 1 എന്നാക്കി 300-ന് 1.5 300-ന് 1 എന്നുള്ളതിലോട്ട് കൊണ്ടുവന്നു. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കത് ഒറ്റ ബിൽഡിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എൻട്രൻസ് സെപ്പറേറ്റ്, ഇതിനകത്ത് കണ്ടിന്യൂസ് എൻട്രൻസ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ ഈവൻ ഒരു ക്ലോസ്ഡ് സ്റ്റെയർ കേസ് വന്നാൽ തന്നെ അത് സിംഗിൾ ബിൽഡിംഗ് ആയിട്ട് മാറും. ഓപ്പൺ സ്റ്റെയർ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആക്സസ് ആണെന്നുണ്ടെങ്കിലും ബിൽഡിംഗിലേക്ക് ആക്സസ് വരുന്നത് ഈ സ്റ്റെയർ ത്രൂ അല്ലാതെ നമുക്കൊരു ഡോർ ക്ലോസ് ചെയ്താൽ ആ വീട് ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്റ് ബേസിലായിട്ട് മാറ്റും. അപ്പൊ അത് അപ്പാർട്ട്മെന്റിന്റെ കേസിലോട്ട് പോകും. പാർക്കിങ്ങിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. സിംഗിൾ റെസിഡൻസ് യൂണിറ്റിന് അപ് ടു 300 മീറ്റർ നമുക്ക് വേണ്ട. അതേസമയത്ത് നമുക്ക് ഇതേ കാറ്റഗറിയിലുള്ള ഒരു ഷോപ്പാണ്, ആ ഷോപ്പാണ് ചെയ്യുന്നതെങ്കിൽ 200 എം സ്ക്വയർ എല്ലാം നമ്മൾ 50 എം സ്ക്വയറിന് മുകളിൽ പോയാൽ തൊട്ട് നമുക്ക് പാർക്കിംഗ് അവിടെ ബാധകമാണ്. 90 എം സ്ക്വയറിന് 50 എം സ്ക്വയറിന് മുകളിൽ വന്നാൽ ഒരു പാർക്കിംഗ് കൊടുക്കണം. പക്ഷെ അത് റെസിഡൻസിനകത്ത് ക്ലാസിഫിക്കേഷനകത്ത് വന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. നിങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട്, 50 എം സ്ക്വയർ ഉള്ള ഒരു ഷോപ്പും ഉണ്ട്, ഒരു വീടും ഉണ്ട്. രണ്ടും കൂടെ ചേർന്നാലും നിങ്ങൾക്ക് 200-300-ന് താഴെയാണെങ്കിലും ഇവിടെ പാർക്കിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ആ ബിൽഡിങ്, ആ 50 എം സ്ക്വയർ ഉള്ള ബിൽഡിങ്, ആ കൊടുത്തിരിക്കുന്ന ഏരിയ A1 കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനവിടെ പാർക്കിംഗ് ആവശ്യമില്ലാതെ വരുന്നത്. അപ്പൊ നമ്മൾ ലൈസൻസിങ്ങിന് പോകുമ്പോഴത്തേക്കും അവർ പറയുന്ന പാർക്കിംഗ് കാണിക്കണം. പക്ഷെ ഇത് A1 കാറ്റഗറി ആയതുകൊണ്ട് സാർ ഇവിടെ കമ്പൽസറി അല്ല, അവിടെ റാമ്പ് കമ്പൽസറി അല്ല. ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മിക്കവാറും പല മുനിസിപ്പാലിറ്റികളിലും പല പഞ്ചായത്തുകളിലും ഇത് ഭയങ്കര തർക്കം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞത്. നമ്മൾ വഴിയുടെ ഒരു വിഷയം കൃത്യമാണല്ലോ. ഡോക്ടർ അല്ല ഈ റോഡ് ചെന്ന് അവസാനിക്കാനെങ്കിലേ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിൽ നിന്ന് എത്ര വിടേണ്ടി വരും? കണ്ടിന്യൂ റോഡിന്റെ 1.5 മീറ്റർ മിനിമം ഉണ്ട്. പിന്നെ നമുക്ക് 1 മീറ്ററിൽ നിർത്താം വിത്ത് കൺസെന്റ്. 3 പാർട്ടികളാണ് അവിടെ ഉപയോഗിക്കുന്നില്ല. 3 പാർട്ടികളുടെ കൺസെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 75 മീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ നമ്മുടെ നോർമൽ ക്ലിയറൻസ് ആണ്. റോഡ് സൈഡിന്റെ അകത്ത് അബട്ടിങ് വരില്ല. അപ്പൊ അതുകൊണ്ട് 1 മീറ്ററിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മീറ്റർ ക്ലിയറൻസ് വെച്ചുകൊണ്ട് ചെയ്യാം. വിത്തൗട്ട് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്ററിൽ ചെയ്യാം. ഒരു ഓപ്പണിംഗും പാടില്ല. പക്ഷെ ബൗണ്ടറിയോട് ചേർക്കാൻ പറ്റില്ല 50 സെന്റിമീറ്റർ. ഓക്കെ സാർ, നിലവിൽ പഞ്ചായത്ത് റോഡുമാണ്. പക്ഷെ പഞ്ചായത്ത് റോഡ് അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാണെങ്കിൽ ഈ നിയമം ബാധകമാണോ? ആണ്. 75 മീറ്ററിൽ എൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് 3-4 എത്രയാണോ അവരുടെ നമുക്ക് കൺസേൺഡ് മേടിച്ചാൽ, അവിടെ താമസിക്കുന്നവരുടെ കൺസേൺഡ് മേടിച്ചാൽ നമുക്ക് 1 മീറ്റർ മിനിമം ബിൽഡിംഗ് സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അത് 1 മീറ്റർ ആണ്. ഇനിയിപ്പോ കൺസേൺഡ് കിട്ടി നമ്മൾ ഓപ്പണിംഗ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്ററിൽ കൊണ്ടുപോയി ചെയ്യാം. ഇത് രണ്ടെണ്ണവും അതിനകത്ത് ബാധകമാണ്. റോഡിന് 6 മീറ്ററിന് മുകളിൽ വീതി ആവാൻ പാടില്ല. റോഡ് 75 മീറ്റർ വരെ വന്ന് എൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 വീടോ 4 വീട്ടുകാർക്ക് വേണ്ടിയുള്ള. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും കൺസെന്റ് വേണ്ടി അത് ഇപ്പോഴത്തെ റൂളിലാണ്. ഈ അമെന്റ്മെന്റ് വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. കാരണം ഒത്തിരിയേറെ കള്ളിസാക്കുകളുണ്ട്. ഈ കള്ളിസാക്കുകളുടെ സൈഡിൽ വരുന്നത്
ഒരു വെഹിക്കിൾ അവിടെ പോയി തിരിയാനോ ഒന്നിനുള്ള സ്പേസ് ഉണ്ടാവില്ല. 1, 2, 3 പേർക്ക് വേണ്ടിയുള്ള ഒരു വീടായിരിക്കും. അവരതിനെ ഷെയർ ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷെ അത്രയും ഇതിന് കൊടുക്കുന്നില്ല. 75 മീറ്റർ കൂടുതലാണെങ്കിൽ ആ റോഡ് എന്താണ് 75 75 മീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ വരും. 1.5 മീറ്റർ ക്ലിയറൻസ് കൊടുക്കണം. റോഡ് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കൊടുക്കണം. 1.5. ഓക്കെ സാർ, അതല്ല അതിന് വീതി ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 മീറ്റർ റോഡ് എന്നുള്ള 2 മീറ്റർ 3 മീറ്റർ 2 മീറ്റർ ഫോർ നോർമൽ ഡോസ് റോഡുകളാണെന്നുണ്ടെങ്കിൽ, അതായത് പഞ്ചായത്ത് റോഡുകളാണെങ്കിൽ എല്ലാ റോഡുകൾക്കും 2 മീറ്റർ വേണം. മറ്റേതിന് 1.5 മീറ്റർ. ഇത് 75 സെന്റിമീറ്ററിനകത്ത് തീരുന്ന കള്ളി സാക്കുകൾക്കാണ് 1.5 മീറ്റർ എന്ന് വെച്ചേക്കുന്നത്. ഈ 1.5 മീറ്റർ എന്നുള്ളത് നമുക്ക് മറ്റൊരു ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു ആനുകൂല്യം കൂടെ ഉണ്ട്. കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, നൈബറിംഗ് പ്ലോട്ടിന്റെ കൺസേൺ ഉണ്ടെങ്കിൽ, ആ വഴി ഉപയോഗിക്കുന്നവരെ കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 1 മീറ്റർ വരെ നമുക്ക് അവിടെ എത്താൻ പറ്റും. 1 മീറ്റർ വരെ കൊണ്ടെത്തിക്കാം. അപ്പൊ 1 മീറ്റർ വരെ എത്തുമ്പോൾ നമ്മുടെ സാധാരണ ബിൽഡിങ്ങിന്റെ റൂളായി. അവിടെ ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. വിതൗട്ട് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 സെന്റിമീറ്റർ വരെ കൊണ്ടെത്തിക്കാം. പക്ഷെ അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അവർ പറയുന്നത് 7 മീറ്റർ ഹൈറ്റ് പറയും. 7 മീറ്റർ ഹൈറ്റ്, 2 ഫ്ലോർ വിത്ത് ടവർ. സ്മോൾ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ 3 ഫ്ലോർ ഹൈറ്റ്. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലരും ഈ പറഞ്ഞ ഈ ബ്രാക്കറ്റിൽ ഞാൻ നേരത്തെ ഈ കൊടുത്തിട്ടുള്ള ഈ ബിലോ 200 m² ഗ്രൂപ്പ് എഫ്, ഇത് പലരും ഇത് വായിച്ചു പോയി ഇത് പോകുന്നതേ ഉള്ളൂ. അത് എന്താണ്, അതുകൊണ്ട് നമുക്ക് ക്ലയന്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ലാഭം എന്താണെന്നുള്ളത്, സ്പേസ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനകത്ത് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. അതെ, നമ്മള് കോമ്പൗണ്ട് വാള് കെട്ടുമ്പോഴുണ്ടല്ലോ, ഒരു പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമ്മള് കോമ്പൗണ്ട് വാള് ഒരു സൈഡ് നമ്മൾ കെട്ടണം, അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? ജസ്റ്റിന് ഒന്നുകൂടെ പറയൂ, എന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് ഒരു പറമ്പിനെ പ്ലോട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, ഓരോരോ പ്ലോട്ടുകളായിട്ട്. അതില് ആ ഒരു പ്ലോട്ടിന്റെ അപ്പൊ ഒരു സൈഡ് നമ്മൾ കെട്ടണം, മറ്റേ സൈഡ് അപ്പുറത്താള് കെട്ടും, അങ്ങനെ എന്തെങ്കിലും റൂളുകളുണ്ടോ? അങ്ങനെയല്ല. നമ്മളാണ് മതിൽ കെട്ടുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിരിക്കുന്ന കല്ല് എവിടെയാണോ അത് അവിടെ വെളിയിൽ കാണിച്ച് നമ്മുടെ പ്ലോട്ടിനകത്ത് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ. അത് നോർമൽ ആയിട്ടുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ വാൾ ചെയ്യാം. ഷെയർ വാൾ മീൻസ് നിങ്ങൾക്ക് ആ വസ്തു 2 പേർക്കും കൂടെ ചേർന്ന് ചെയ്യാം. ബട്രസസ് 2 സൈഡോട്ട് ഷെയർ ചെയ്ത് പോകും. അത് 2 കൂട്ടുകാരും കൂടെ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, ഈ പറഞ്ഞ നമ്മൾ സാർ ഉദ്ദേശിക്കുന്ന കോമ്പൗണ്ട് വാളിന്റെ അവിടെ ഒരു അതിർത്തിക്കല്ല് ഉണ്ടാവുമല്ലോ, അതിർത്തി കുറ്റി. ആ അതിർത്തി കുറ്റി അങ്ങനെ വരുമ്പോൾ അതിന്റെ സെന്റർ പിടിച്ചിട്ടാണോ അതോ നമ്മുടെ ഭാഗമാണോ അവർ അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മൾ കെട്ടുമ്പോഴേ കല്ല് ശരിക്കും പറഞ്ഞാൽ അതിന് വരേണ്ടത് 15x15 ആണ് സൈസ് വരുന്നത് കല്ലിൻ്റെത്. ചില സ്ഥലത്തിടുമ്പോഴത്തേക്ക് 20-ന്റെ കല്ല് കൊണ്ടിടും. അതൊന്നും അല്ല, 15x15 നമുക്ക് മിനിമം കിട്ടുന്ന രീതിയിലാണ് കല്ലിന്റെ വരുന്നത്. ആ കല്ലിന്റെ പൂർണ്ണമായും കല്ല് പുറത്തായിരിക്കണം. അപ്പുറത്തോട്ടായിരിക്കും അല്ല, നമ്മുടെ ആ കല്ല് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം. എല്ലാ സൈഡിലും കല്ല് പുറത്ത് തന്നെ നിൽക്കണം. അതല്ല റോഡ് സൈഡിലുള്ളതാണെങ്കിൽ കല്ല് വെളിയിലിട്ടേ കെട്ടാൻ പറ്റും. ഇപ്പൊ കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ വാൾ ചെയ്യാം. 2 പേർക്കും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതല്ല അയാൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വെക്കുന്നില്ല, ഞങ്ങൾ മുള്ളുവേലി വെച്ച് നിർത്തുന്നു. അപ്പൊ അയാൾക്കിപ്പോ സെന്ററിൽ ചെയ്യാം. ഷെയർ വാൾ ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ ചെയ്യാം. അങ്ങനെയുള്ള വാളുകൾ നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാല് അതിന്റെ ബട്രസസ് ബോത്ത് സൈഡിലും കാണും. മറ്റേ ആൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് അയാൾ ഈ കോമ്പൗണ്ട് വാൾ വരെ പിടിക്കാൻ പറ്റില്ല. അതിന് ഒരു 15 സെന്റിമീറ്റർ കുറച്ചേ ഒരു അളവ് എടുക്കും. കാര്യം അയാളുടെ ബൗണ്ടറി അതിനകത്താണ് നിൽക്കുന്നത്. ഇത് വാള് 2 കൂടെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് വാൾ തിക്നെസ് 2 പേർക്കുമായിട്ട് പോകും. ഓക്കെ. പിന്നെ സാർ വേറെ നമുക്ക് ഈ പ്ലോട്ടിൽ നമുക്ക് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗിന്റെ മുകളിൽ നമുക്ക് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമുക്ക് പണിയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഹൈറ്റിന് പ്രശ്നം വരും? പ്ലോട്ട് എക്സിസ്റ്റിംഗ് നമുക്ക് റോഡ് ലെവലിൽ നിന്ന് ഓൾറെഡി 30 സെന്റിമീറ്റർ പൊന്തിട്ടാണ് നിൽക്കുന്നത്. ആ 30 സെന്റിമീറ്ററിന് കൂടുതലും കുറച്ചുകൂടി എക്സ്ട്രാ മണ്ണിട്ട് പൊന്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ പണിയുന്നത്. ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. അപ്പൊ പാരപ്പറ്റ് അടക്കം നമുക്ക് ഈ 10 മീറ്റർ അങ്ങനെ ഉള്ളിൽ വരണം എന്നുള്ള റൂളില്ലേ, അത് നമുക്ക് ഇതിൽ ബാധകമാകും? അല്ല, അത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഫ്രം ദ റോഡ് ലെവലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഫ്രം ദ ഗ്രൗണ്ട് ആണ്. പ്രപ്പോസ്ഡ് ഗ്രൗണ്ടും എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടും. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് നിങ്ങൾക്ക് ബാക്കിലൊരു ഗ്രൗണ്ട് ഉണ്ട്, അത് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് താന്നതാണ്.
ഫ്രണ്ടിലുള്ളത് നിങ്ങൾ പ്രപ്പോസ് ചെയ്തെടുത്തേക്കുന്ന ഗ്രൗണ്ട് പൊക്കത്തിലാണ്, കുറേ കൂടെ പൊക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതല്ല ഈ മൊത്തം പ്ലോട്ട് നിങ്ങൾ പൊക്കിയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ഫ്ലോർ ലെവൽ, അതാണ് വരുന്നത്. റോഡ് ലെവലുമായിട്ടുള്ള ഇത് ഇല്ല. നേരത്തെ നമുക്ക് റോഡ് എന്നുള്ള ഹൈറ്റ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പൊ റോഡ് എന്നുള്ളതല്ല, പ്ലോട്ട് എന്നുള്ള ഹൈറ്റ് ആണ് ഫുള്ള് ബിൽഡിംഗ് ഹൈറ്റ്. ഒരേ ലെവലിൽ ഹൈറ്റ് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലെവൽ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പുറത്തെ പ്ലോട്ടിന് കൺസിഡർ ചെയ്യില്ലല്ലോ. ഇല്ല 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 ഇല്ല, നമ്മുടെ പ്ലോട്ട് ലെവൽ അതാണ്. അവർക്ക് അതിനേക്കാളും പൊക്കി എടുക്കുകയും ചെയ്യാം, അവർക്ക് അതിനേക്കാളും താത്ത് എടുക്കുകയും ചെയ്യാം. അത് ഡിപ്പെൻഡ് ഓൺ ഗ്രൗണ്ടിന്റെ നേച്ചർ അനുസരിച്ചാണ്. നേരത്തെ ഇവിടെ ഇത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് എടുത്തിരുന്നത് റോഡ് ലെവൽ എന്നുള്ള ഹൈറ്റ് ആണ്. അപ്പൊ റോഡ് കുറച്ച് പൊക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ആനുകൂല്യം ബിൽഡിങ്ങിന് കിട്ടും. പ്ലോട്ട് കുറച്ച് താഴ്ന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന 7 മീറ്റർ എന്ന് പറയുന്നത് 3 മീറ്ററിന്റെ അകത്തുള്ള പൊക്കത്തിലോട്ട് കിട്ടും. അതിനെ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പൊ ബിൽഡിംഗ് ഹൈറ്റ് എടുക്കുന്നത് ഗ്രൗണ്ട് ലെവൽ എന്നാണ്. ഈ ഗ്രൗണ്ട് ലെവലിൽ രണ്ട് ഇതുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു പ്രപ്പോസ്ഡ് ഗ്രൗണ്ടും ഉണ്ട്, ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ആ പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിന്ന ഗ്രൗണ്ടിനേക്കാളും നമ്മൾ പൊക്കി എടുത്താണെന്നുണ്ടെങ്കിൽ ആ പൊക്കം അതിന്റെ ആവറേജ്, ഇതിന്റെ രണ്ട് ഹൈറ്റിന്റെ ആവറേജ് എടുക്കുന്നതായിരിക്കും ബിൽഡിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇല്ല, അപ്പൊ നമുക്ക് മണ്ണിട്ട് പൊന്തിക്കാൻ പറ്റത്തില്ല. മണ്ണിട്ട് പൊന്തിക്കാം. ആവറേജ് എടുക്കുമ്പോ പ്രപ്പോസ്ഡ് ഹൈറ്റിനും എക്സിസ്റ്റിംഗ് ഹൈറ്റും കൂടി ആവറേജ് എടുക്കില്ലേ? അല്ല, ഇവിടുത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞ കണ്ടീഷൻ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രണ്ടില് ഒരു ഹൈറ്റും ബാക്കില് മറ്റൊരു ഹൈറ്റുമാണ്. അപ്പോഴേ ഒരു പ്ലോട്ടില് എന്റെ പ്ലോട്ടിനകത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ടും ബാക്കും 2 ലെവലാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് എടുക്കും, ബിൽഡിംഗ് ഹൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ആവറേജ് ഹൈറ്റ് എടുക്കും. റോഡുമായിട്ട് ഇന്നും കണക്ട് ചെയ്തല്ല നമ്മൾ ഹൈറ്റ് എടുക്കും. ഓക്കെ, അതിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്. ബിൽഡിംഗ് ഹൈറ്റും ബിൽഡിംഗ് ആക്സസും നമ്മൾ ഇതിനകത്ത് ചർച്ചയായിട്ട് നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയി, എല്ലാവർക്കും അതിനൊരു ധാരണ ഉണ്ടായെന്നുള്ള ഇതിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് നമുക്കുള്ളത് സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ, സെറ്റ് ബാക്ക്, സെപ്റ്റി ടാങ്ക്, റെയിൻ വാട്ടർ ഹാർവസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കി പോവാം. ഡ്രോയിങ്ങിലോട്ടുള്ള പോർഷൻ ആണ് പറയുന്ന. റൂളിനകത്ത് ഡ്രോയിങ്ങുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്. ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോഴും ഈ 3 കോപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ റൂളിനകത്ത് ഇപ്പോഴും അത് തന്നെയാണ് പോകണം. പക്ഷെ ഇപ്പൊ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഈ റൂളിന്റെ ഇതിന്റെ ഇത് വരുന്നില്ല. പക്ഷെ ഡ്രോയിങ്ങുകൾക്ക് സൈസ് ഇപ്പോഴും കൃത്യമായി പറയുന്നു. എല്ലാ ഡ്രോയിങ്ങുകളുടെയും സൈസ് നമുക്ക് മിനിമം സൈസ് A3 തന്നെ കൊണ്ടുവരണം. A3 എന്നായിരിക്കും അതിന്റെ മിനിമം സൈസ് തുടങ്ങുന്നത്. മാക്സിമം എത്ര വേണോ പോവാം. നമുക്ക് A+ വരെ ഉള്ളതിൽ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. A01 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഇഷ്യൂ അല്ല, അതിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന. ഓക്കെ, സൈറ്റ് പ്ലാനിന് നമ്മൾ പറഞ്ഞതിനകത്ത് സൈറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. നേരത്തെ 1:400 ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ സ്കെയിൽ 2 സ്കെയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഈ നമുക്ക് കേസ്മാർട്ടിനകത്ത് നമുക്കത് ചെയ്യുന്നതിനുള്ള ഇത് കിട്ടുന്നത് കൊണ്ടാണ്. മറ്റേതൊരു വലിയ പ്ലോട്ടിലൊന്നും നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഈ ഡ്രോയിങ്ങുകളെല്ലാം നമ്മൾ വർക്കിംഗ് ഡ്രോയിങ് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഇതേ സ്കെയിലിൽ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മെത്തേഡ്. ഇപ്പോഴും റൂളിനകത്തും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും റൂളിനകത്ത് ഇപ്പോഴും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈവൻ കളർ കോഡ് പോലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. കളർ കോഡ് നേരത്തെ കൊടുത്തിരുന്നത് IPBMS വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കളർ കോഡായിരുന്നു അന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ആ കളർ കോഡുകൾ ബിൽഡിംഗ് റൂളിലുള്ളത് കൊണ്ട്, അതുകാര്യം ആ ബിൽഡിംഗ് റൂളിൽ അന്ന് കൊണ്ടുവന്നത് IPBMS എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോഴും അതേ റൂളിനകത്ത് അത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഡ്രോയിങ്ങിനകത്തും ആ ഡ്രോയിങ്ങിന്റെ സൈഡിനകത്തും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. കളർ കോഡ് ഇന്റർനാഷണലി ഉള്ളതാണ്. അതുകൊണ്ട് ആ കളർ കോഡ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. നേരത്തെ അത് ഇല്ലായിരുന്നു. 2011 തൊട്ടാണ് കളർ കോഡുകൾ വന്നു തുടങ്ങി. സൈറ്റ് പ്ലാനകത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓണറുടെ കറക്റ്റ് ആയിട്ടുള്ള ഓണറുടെ പേര് വേണം. അതുപോലെ വേറൊരു ഒന്നുകൂടെ അതിനകത്ത് വേണം. സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്റെ പേരിൽ തന്നെയുള്ള ഒരു വസ്തു എന്റെ പ്ലോട്ടിനോട് ചേർന്നുണ്ടെങ്കിൽ ആ സർവേ നമ്പർ ഞാൻ എന്റെ പ്ലോട്ടിന്റെ കൂടെ തന്നെ ചേർത്ത് കാണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ റൂൾ വാല്യൂഷൻ എന്നുള്ള ബേസിൽ നിങ്ങളെ ഡ്രോയിങ് നാളെ അത് കണ്ടുപിടിക്കാം. നൈബർ പ്ലോട്ട് ആരുടെ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഫോൾസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഇത് പിടിക്കപ്പെട്ടാൽ അത് ഇതാകും. അതുകൊണ്ട് അടുത്തുള്ള പ്ലോട്ട് ആരുടേതാണെന്നുള്ളത് വളരെ വ്യക്തമായി. കാരണം 3 സെന്റ്
അതിനകത്തുള്ള കെട്ടിടങ്ങൾ പലതും കിട്ടുന്നതിന് വേണ്ടി അവിടെ തന്നെ ഒരു ഭാഗം എഴുതി ഭാര്യയുടെ പേരിലോ ഒക്കെ എഴുതി വെക്കും. പക്ഷെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചാൽ കുഴപ്പമില്ല, മക്കളുടെ പേരിൽ എഴുതി വെച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ റൂൾ ബേസിൽ ഇതായിട്ട് വരുന്നത്. ഭാര്യ ഭർത്താവ് രണ്ടുപേരുടെ പേരിൽ രണ്ട് വ്യക്തിത്വമാണ്, അതുകൊണ്ട് അതിനകത്ത് പ്രശ്നമുള്ളതല്ല. പക്ഷെ കുടുംബ സ്വത്ത് അമ്മയുടെ വസ്തു നിന്ന് കിട്ടിയതാണ്, അനിയനും എനിക്കും കിട്ടിയേക്കുന്നതാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയിൽ തന്നെ നിൽക്കും. 3 സെന്റിന്റെ ആ ഒരു ആനുകൂല്യമുണ്ട്. എന്റെ മകന്റെ പേരിലോ എന്റെ മകളുടെ പേരിലോ ഞാൻ എഴുതിക്കൊണ്ട് മാറിയാൽ അത് ആ 3 സെന്റിന്റെ ആനുകൂല്യത്തിൽ നിന്ന് പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നൈബർ പ്ലോട്ടുകൾ കൃത്യമായി മെൻഷൻ ചെയ്യുക, അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് എഴുതുക, സ്ട്രീറ്റിൻ്റെതും ഇലക്ട്രിക് പോസ്റ്റിൻ്റെതും എഴുതുക, പിന്നെ സ്ട്രീറ്റിന്റെ വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് വ്യക്തമായി എഴുതിയിരിക്കുക. വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രീറ്റിന്റെ വിഡ്ത്ത് എഴുതിയിരിക്കുക. സെറ്റ് ബാക്ക് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് ബിൽഡിങ്സിൻ്റെത് എല്ലാം നമ്മൾ അതിനകത്ത് നിൽക്കുന്ന കെട്ടിടങ്ങളുടെ അതുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ സെറ്റ് ബാക്കുകൾ സൈറ്റ് പ്ലാനിൽ കാണിച്ചിരിക്കണം. പ്ലോട്ട് ഏരിയയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എന്തൊക്കെയാണ് ആ ഏരിയ എത്രയാണെന്നുള്ളത് കൊടുക്കണം, കവേർഡ് ഏരിയ എത്രയാണെന്നുള്ളത് കൊടുക്കണം. കവേർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് പറയില്ല, ഫ്ലോർ വൈസസ് കൊടുക്കണം, യൂസ് ഓഫ് വൈസ് ബിൽറ്റപ്പ് ഏരിയ കൊടുക്കണം. അത് യൂസ് ഓഫ് വൈസ് ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയയും ഫ്ലോർ ഏരിയയാണ്. ഇപ്പൊ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നതിനെ മാറ്റി പ്ലിന്തിന്റെ ബേസിലല്ല എടുക്കുന്നത്. കവേർഡ് ഏരിയയും ചട്ടവും ഫ്ലോർ ഏരിയ ആൻഡ് ബിൽറ്റപ്പ് ഏരിയ. ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ബിൽറ്റപ്പ് ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കാർ പോർച്ച് ബിൽറ്റപ്പ് ഏരിയയിൽ വരും, പക്ഷെ ഫ്ലോർ ഏരിയയിൽ പറ്റില്ല. സ്റ്റെയർക്ക് നമുക്ക് ഓപ്പൺ കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു വരാന്താസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 50% നമുക്ക് ഫ്ലോർ ഏരിയയിൽ എടുത്താൽ മതി. ഫ്ലോർ ഏരിയ എന്തിനാണ് ഫ്ലോർ ഏരിയ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ FSI കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലോർ ഏരിയ ബേസിലാണ്. അതുപോലെ സാനിറ്റേഷൻ കാൽക്കുലേഷൻ എടുക്കുന്നത് ഫ്ലോർ ഏരിയ ബേസിലാണ്. പാർക്കിംഗ് എടുക്കുന്ന ഫ്ലോർ ഏരിയ ബേസിലാണ്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഫ്ലോർ ഏരിയ കൊണ്ടുവരുന്നത്. അപ്പൊ FSIയും കവറേജിനും വേണ്ടിയാണ്. കവറേജ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഫുട് പ്രിന്റ് ഓഫ് ബിൽഡിംഗ് ആണ് കവേർഡ് ഏരിയ കവറേജ് എന്ന് പറയുന്നത്. കാര്യം ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 50 m² ഉള്ള ഒരു കെട്ടിടമാണുള്ളത്. പക്ഷെ ഫസ്റ്റ് ഫ്ലോർ വന്നപ്പോഴത്തേക്കും അത് 55 സെന്റിമീറ്റർ ഒരു 5 m² കൂടെ വെളിയിലോട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട് എങ്കിൽ ആ 5 m² ഇതിനകത്ത് കൗണ്ടബിൾ ആണ്. അത് നമ്മൾ കൂട്ടും. നമ്മൾ അതിന് മുകളിൽ വെക്കുന്ന കാര്യം നമ്മൾ 50 m² ഉള്ള കെട്ടിടം താഴെ നമ്മൾ വെച്ചു. മുകളിൽ വന്നപ്പോഴും ഇതിനെ ഒന്ന് തിരിച്ചു, ഈ ആംഗിളുകളൊന്ന് മാറ്റിയപ്പോഴത്തേക്ക് 4 മൂലകളും പുറത്തോട്ട് വന്നു. ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് അതിനകത്ത് തന്നെയുണ്ട്. അവിടെ ഇരിക്കുന്നത് 50 m² തന്നെയാണ്. ആ കെട്ടിടത്തിന് വരുമ്പോഴത്തേക്ക് ഈ പുറത്തോട്ടുള്ള പ്രൊജക്ഷൻ കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏരിയയിൽ കൂട്ടിയിട്ട് അതാണ് കവേർഡ് ഏരിയ ആയിട്ട് എടുക്കുന്നത്. ഫുട് പ്രിന്റ് ഓഫ് എ ബിൽഡിംഗ്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് വീണാല് താഴെ വീഴുന്ന ഷെയ്ഡ് എങ്ങനെയാണോ അതാണ് കവേർഡ് ഏരിയ. ക്ലിയർ ആണല്ലോ? ലക്ഷറി ബിൽഡിങ്ങിനെ പറ്റിയും പ്ലോട്ടിന്റെതും വലിയ ഇമ്പോർട്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് പോകില്ല. കളർ കോഡും റാമ്പും സ്റ്റോമും വിട്ടു പോവാം. കീ പ്ലാൻ എന്ന് പറയുന്നത് ഒരെണ്ണം നമ്മളൊരു ഡ്രോയിങ് സൈറ്റ് പ്ലാൻ കഴിഞ്ഞാൽ അടുത്തൊരു കീ പ്ലാൻ നമ്മൾ വരയ്ക്കും. കീ പ്ലാൻ എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ മാപ്പ് കൊടുക്കുന്നത് എത്ര എളുപ്പത്തിൽ നമുക്ക് അവിടെ ഒരു വെൽ നോൺ പ്ലേസിൽ നിന്ന് നമ്മുടെ പ്ലോട്ട് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എത്രയാണോ വരുന്നത് അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു കീ മാപ്പ് പ്ലാൻ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. മാപ്പ് പ്ലാനിനകത്ത് അഡ്ജസ്റ്റന്റ് ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെൽ നോൺ പ്ലേസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ വെല്ല ടെമ്പിളോ മോസ്കോ അതുണ്ടെങ്കിൽ ആ മോസ്കിൽ നിന്ന് നമുക്ക് അവിടം വരെ എത്താനുള്ള ദൂരം, അത് പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു സ്കെച്ച് ആണ് നമ്മൾ കൊടുക്കുന്നത്. സർവീസ് പ്ലാൻ എല്ലാ കെട്ടിടങ്ങൾക്കും ബാധകമല്ല. 300 സ്ക്വയറിന് മുകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും വേണം, എല്ലാ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്കും വേണം. എല്ലാ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് 200 താഴെയുള്ളത് വരുന്നില്ല, അതിന് മുകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും വേണം. റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ഞാൻ അതിന്റെ അതിലോട്ട്. അപ്പൊ ഈ സർവീസ് പ്ലാനിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് വേണം. അതിനകത്തും നോർത്ത് ഡയറക്ഷൻ വളരെ പ്രധാനമാണ്. നോർത്ത് ഡയറക്ഷൻ കൊടുത്ത് തന്നെ എഴുതണം. നോർത്ത് ഡയറക്ഷൻ വിൻഡ് ഡയറക്ഷൻ. നമുക്കിവിടെ വിൻഡ് ഡയറക്ഷൻ വലിയ ബാധകമല്ല, അതുകൊണ്ട് നമ്മളിവിടെ അത് ആരും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആരും ഇത് അങ്ങനെ ഒരു ഇത് പറയുന്നില്ല. ഡ്രെയിനേജ് ആൻഡ് സിവേജ് ലൈൻസ് അതിനകത്ത് സർവീസ് പ്ലാനിനകത്ത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ലേ ഔട്ട് ലൈൻ അവിടെ കൊടുത്തിരിക്കണം, വാട്ടർ സപ്ലൈ. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർവീസ് പ്ലാനിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ വരുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കും.
ബിൽഡിംഗ് പ്ലാനിനകത്ത് വരുമ്പോഴാണ് അത് ഫുള്ളി ഡയമെൻഷൻഡ് ആയിരിക്കണം. എല്ലാ ഈവൻ വാൾ തിക്നെസ്സുകളും റൂമിന്റെ സൈസുകളും എല്ലാം ഡയമെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോഴ് കേസ്മാർട്ടിനകത്ത് വരുമ്പോഴത്തേക്കും അത് തന്നെ ഡയമെൻഷൻ എടുക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കൊടുത്തു പോകാൻ പറ്റും. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഇതും നമ്മൾ തന്നെ സ്പെസിഫൈ ചെയ്ത് നോക്കി പോകണം. മിക്കവാറും നിങ്ങൾ ആ ഇതിൽ തന്നെയായിരിക്കും വരച്ചു പോകുന്നത്. ഇതിനകത്ത് ബിൽഡിംഗ് പ്ലാനിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്, പ്ലോട്ട് ഏരിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. കവേർഡ് ഏരിയയുടെ സ്റ്റേറ്റ്മെന്റ്, കവേർഡ് ഏരിയ എത്രയുണ്ട് അത് അതിനെ എഴുതണം. ഫ്ലോർ വൈസ് യൂസ് ഏരിയ നമ്മൾ, അതായത് ബിൽട്ടപ്പ് ഏരിയ എത്രയുണ്ടെന്നുള്ളത് കൊടുക്കണം. ഫ്ലോർ ഏരിയയുടെതും ബിൽട്ടപ്പ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഈ വെച്ചും ഇതും കൊടുക്കണം. അത് കോളം വരച്ച് തന്നെ നമുക്ക് സൈഡിൽ എഴുതിയേക്കാൻ പറ്റും. പിന്നെ സൈസ് ആൻഡ് സ്പേസിംഗ് ഫോർമൽ ലെവൽസ് അങ്ങനെയൊന്നുമില്ല. ഓക്കുപ്പൻസി ഓഫ് ഓൾ പാർട്സ്, എല്ലാ റൂമുകളുടെയും ഉപയോഗം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതും ഇതിനകത്തൊരു വളരെ പ്രധാനമായിട്ട് ഡ്രോയിങ് ബേസിനകത്ത്, ഡ്രോയിങ് പ്ലാനിനകത്ത് കൊടുക്കുന്നതിനകത്തുള്ളതാണ്. എല്ലാത്തിന്റെയും ഒക്കുപ്പൻസി എന്ത് ടൈപ്പ്, എന്തിനാണോ ഉപയോഗിക്കുന്നത്, ബെഡ്റൂം ആണോ, കിച്ചൺ ആണോ, ബാത്റൂം ആണോ, ഡൈനിങ് ആണോ, ആ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യണം. ടെറസ് പ്ലാനിനകത്ത് സ്ലോപ്പ് ആൻഡ് ട്രെയിൻ പാത്ത് കാണിച്ചിരിക്കണം, നോർത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയാണുള്ളത്. ഡയമെൻഷൻ എപ്പോഴും ബിൽഡിങ്ങിൽ നിന്ന് പ്രൊജക്ഷൻ ലൈൻ ഇട്ട് വേണം നമ്മൾ വരയ്ക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാം ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ പറ്റി അറിയാൻ പറ്റും. പാർക്കിംഗ് പ്ലാൻ ഞാൻ നേരത്തെ അതിനെ ഒന്ന് വിശദീകരിച്ചു പോയതാണ്. പാർക്കിംഗ് പ്ലാൻ വേണം. കൃത്യമായിട്ടും എല്ലാ ഒരു 50 സ്ക്വയറിന് മുകളിലുള്ള എല്ലാ കൊമേഴ്സ്യൽ ബിൽഡിംഗിലും പാർക്കിംഗ് പ്ലാന്റെ കാൽക്കുലേഷൻ. സാർ, ഇതിന് തൊട്ട് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കുന്നു. കേട്ടില്ല. ഇതിൽ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാം, ഒരു ഫോട്ടോ എടുക്കാൻ. ബിൽഡിംഗ് പ്ലാനിന്റെ ആണോ? ഓക്കെ സാർ, ഓക്കെ. തൊണ്ടൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുന്നു പറഞ്ഞാണ് ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ 9:30 ആയില്ലേ. നമുക്ക് പെട്ടെന്ന് ഇത് കൂടെ അങ്ങ് പറഞ്ഞ് നിർത്തിയിട്ട് സേഫ്റ്റി പ്ലാൻ ഇവിടെ ആക്ച്വലി നമുക്ക് പാർക്കിംഗ് പ്ലാൻ പറഞ്ഞു തന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പാർക്കിങ്ങിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് ഈ പറഞ്ഞ 50 സ്ക്വയറിന് ഒരു പാർക്കിംഗ് വേണം. ഈ ഒരു 50 സ്ക്വയറിന് മുകളിലുള്ള ഒരു കെട്ടിടത്തിന്റെ പാർക്കിംഗ് അതൊരു ഡിസേബിൾ പാർക്കിംഗ് ആയിട്ട് തന്നെ എടുക്കുക. ഒരു പാർക്കിംഗ് ഡിസേബിൾ പാർക്കിംഗ് ഫിസിക്കലി എനേബിൾഡ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു ടേമും ഉണ്ട്. ഓക്കെ, ഞാൻ സ്നാപ്ഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോ ഒരു പാർക്കിംഗ് വരുന്നത് അത് ഡിസേബിൾ പാർക്കിംഗ് ആയിട്ട് കൊടുക്കും. ഡിസേബിൾ പാർക്കിംഗ് എന്ന് ഇപ്പൊ പറയാൻ പാടില്ല, അതുകൊണ്ടാണ് അതിനൊരു പുതിയ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യലി ഏബിൾഡ്, സോറി, ഓക്കെ, അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഡിഫറൻഷ്യലി ഏബിൾഡിന് വേണ്ടി ഒരു പാർക്കിംഗ് ഉണ്ടാവണം. അതുപോലെ 20 പാർക്കിംഗ് മുകളിൽ പോകണമെങ്കിൽ ബിസിനസ്, അത് ഫ്ലാറ്റുകൾക്ക് മാത്രമാണ് അത് ബാധകമാവുന്നത്. ഏറ്റവും കാറ്റഗറിയിലുള്ള എല്ലാത്തിനുമാണ് ബിസിനസ് പാർക്കിംഗ് വേണ്ടി വരുന്നത്. 20 പാർക്കിങ്ങിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡിംഗ്, അതായത് 300 സ്ക്വയറിന് മുകളിലൊരു ഏരിയ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന്റെ സ്പേസ് കൂടെ കൊടുക്കണം. ഇതിനകത്ത് സൈറ്റ് പ്ലാനിന്റെ അതേ ഡ്രോയിങ്ങിൽ തന്നെ, അതേ സ്കെയിലിൽ തന്നെ നിങ്ങൾക്ക് പാർക്കിംഗ് പ്ലാനും വരയ്ക്കാം. സേഫ്റ്റി പ്ലാൻ അത് ഹൈറൈസ് ബിൽഡിങ്സിന് മാത്രമേ ഉള്ളൂ, സാധാരണ ബിൽഡിങ്ങുകൾക്കൊന്നും വേണ്ട. 300 സ്ക്വയറിന് താഴെ വരെയുള്ള കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പ്ലാൻ ആക്ച്വലി നമ്മളല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റി എന്നാണ് നമുക്ക് അതിന്റെ ഡ്രോയിങ് അത് ചെയ്തു തരുന്നത്. അത് 300 സ്ക്വയർ വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ ഫോം കൊടുത്തുകൊണ്ട്, ഫോമിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് കൊടുക്കുമ്പോഴും നമ്മൾ എന്താണ് ഫോമിൽ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ ക്ലയന്റിനെ ബോധ്യപ്പെടുത്തണം. എന്തൊക്കെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ ഉപയോഗിക്കണം, എന്തൊക്കെ വാർണിംഗുകൾ നമ്മളവിടെ കൊടുക്കണം, ഈ കാര്യങ്ങൾ അവരോട് പറയണം. അവരെ കൊണ്ട് അത് ചെയ്യുകയും വേണം. ഇത് നമ്മൾ ചെയ്യിച്ചോളാം, ഞാൻ ഓൺ റോഡ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡിക്ലറേഷൻ ആണ് കൊടുക്കുന്നത്. ആ ഡിക്ലറേഷൻ 3 വർഷത്തിനകത്ത് എന്തെങ്കിലും ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിന്റെ സൈഡിലും ഇതുണ്ടാവും. ഓണർക്ക് 1 ലക്ഷം രൂപ ഫൈൻ വരും, എഞ്ചിനീയറുടെ തന്നെ സസ്പെൻഷൻ വരും, ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള 2 കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ അത് ഹൈറൈസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ കീനായിട്ട് തന്നെ ചെയ്യുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കത് അവർ തന്നെ അതിന്റെ എല്ലാ നോംസുകളും ചെയ്തു തരുന്നുണ്ട്. 300 സ്ക്വയറിന് താഴെ വരുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഫോമിൽ കൊടുത്ത് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവരോട് പറയണം. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായി എഴുതുക.
ഞാൻ ചില എല്ലാ ഡ്രോയിങ്ങുകളിലും ഇപ്പൊ ക്ലയന്റ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രോയിങ്ങിനകത്ത് തന്നെ മെൻഷൻ ചെയ്യാൻ പറയും. അവിടെ ഇവിടെ ഒരു സൈൻ ബോർഡ് വേണം, എക്സിറ്റ് സൈൻ ബോർഡ് വേണം, ഈ കാര്യങ്ങളൊന്നും എഴുതിയേക്കാൻ പറഞ്ഞാൽ അവരുടെ എഴുതിയേക്കും. ഒരു ചെറിയൊരു മാർക്കറ്റ് അവിടെ ഇട്ടുന്നത് അതെല്ലാം വരുന്നത് സെക്യൂർ പ്ലാനിനകത്താണ് അത് വരയ്ക്കുന്നത്. ജസ്റ്റ് ഫയർ എസ്കേപ്പ് എവിടെയാണോ അതിന്റെ റൂട്ട് അതിനകത്ത് വരയ്ക്കണം. എന്തെല്ലാം എസ്റ്റിംഗ്വിഷർ നമ്മൾ ഉപയോഗിക്കുന്നു അത് അവിടെ വയ്ക്കുക. ഹൈഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രന്റിന്റെ പോയിന്റ് കൂടുക. ഹൈഡ്രന്റ് വരുന്നത് 300 സ്ക്വയറിന് മുകളിലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രോയിങ് ഫയർ ആൻഡ് സേഫ്റ്റി നമുക്ക് കിട്ടും. ആ ഡ്രോയിങ് നമ്മൾ ഇതിന്റെ കൂടെ വെച്ചാൽ മതിയാവും. സാനിറ്റേഷൻ ഫെസിലിറ്റീസും ഇതുപോലെയാണ് റൂൾ 35 പറഞ്ഞിരിക്കുന്നത്. എബോ 50 സ്കോറിനകത്ത് അറ്റ്ലീസ്റ്റ് 1 WC വേണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ A1 കാറ്റഗറി വിട്ടിട്ടുള്ളതാണ് പറയുന്നത്. റൂൾ 75 റൂൾ 76 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്കും. എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നറിയാമോ? എന്താണ് റെയിൻ വാട്ടർ സ്റ്റോറേജ്? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തൊന്ന് പറയാമോ? സാർ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്കൊരു പിറ്റ് കൊടുത്താൽ മതിയാവും. മറിച്ച് റെയിൻ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ്. അതെ, എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നിയമം അനുസരിച്ച് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണം. ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് റീചാർജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒഴുകി പോകുന്ന വെള്ളത്തിന് നമ്മുടെ ത്തിൽ എവിടെയെങ്കിലും ഒന്ന് പെർക്കുലേഷന് വേണ്ടി ഒരു സ്പേസ് കൊടുക്കുക. അതിന് ഭൂമിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട്, അതിനകത്ത് അത് സ്റ്റോർ ചെയ്ത് നിൽക്കും. റെയിൻ വാട്ടർ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ഏരിയക്ക് മുകളിൽ പോകുന്ന ബിൽഡിങ്ങുകൾക്ക് 25 ഏരിയ ബേസിൽ 25 സ്ക്വയർ ലിറ്റർ വെച്ച് സ്ക്വയറിന് ഉള്ള കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് അവിടെ ചെയ്യണം. A1 and A2 റെസിഡൻസിനാണ് 25 ലിറ്റർ പെർ കവേർഡ് ഏരിയ. ഒരു കവേർഡ് ഏരിയ ബേസിൽ ഒരു 25 വെച്ചിടണം. അതർ ബിൽഡിങ്സിനെല്ലാം 50 ലിറ്റർ പെർ കവേർഡ് ഏരിയ. കവേർഡ് ഏരിയയാണ് ടോട്ടൽ, ഇതിനല്ല FSIക്കല്ല എടുക്കുന്നത്, കവേർഡ് ഏരിയയാണ്. വേസ്റ്റ് ഡിസ്പോസലിന്റെ അറിയാം. റൂൾ നമ്പർ 79 ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 100 സ്ക്വയർ ഉള്ളതിനകത്താണെങ്കിൽ സെപ്റ്റി ടാങ്ക് നിർബന്ധമാണ്. ഇപ്പോഴെല്ലാ കെട്ടിടങ്ങൾക്കും സെപ്റ്റി ടാങ്ക് നിർബന്ധമാണ്. ലീച്ച് പിറ്റ് ഇല്ല. അതുകൊണ്ട് അത് ഓണറോട് പറഞ്ഞ് അതിന് ചെയ്യാനുള്ളത് വെക്കണം. ബയോഗ്യാസ് പ്ലാന്റ് 100 സ്ക്വയറിന് മുകളിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്തും ഇത് കൃത്യമായിട്ടും വെക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യണം. ഈ അതർ ബിൽഡിങ്സിനകത്ത് വരുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ബൈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ബേസിൽ അവർ തരുന്ന നോംസ് അനുസരിച്ചുള്ള ചെയ്യണം. ലീച്ച് പിറ്റും ചോക്ക് പിറ്റും സെപ്പറേറ്റ് ടാങ്കും 1.2 മീറ്റർ ഫ്രം ദ ബൗണ്ടറീസ് ആണ്. ആ ബൗണ്ടറീസ് എന്നുള്ളത് ഓൺലി എക്സംഷൻ ഫോർ A1 റെസിഡൻസിന്. ബാക്കിയുള്ള എല്ലാ ഘട്ടത്തിനും 1.2 മീറ്റർ ഫ്രം ദ ബൗണ്ടറീസ് ആൻഡ് 7.5 മീറ്റർ ഫ്രം ദ നിയറസ്റ്റ് വെൽ. ഇടത്തുള്ള ഏത് കണക്കിൽ നിന്നും 7.5 മീറ്റർ മാറി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ സാർ, ടൈം കൂടുതലായോ? രജീഷ് സാറേ, സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സാറേ, നമ്മളിപ്പോ പ്ലോട്ടിന്റെ സൈഡിൽ ഒരു കനാല് പോകുന്നുണ്ടെങ്കിൽ അതും ഈ സെപ്റ്റിക് ടാങ്കും തമ്മിൽ 7.5 തന്നെയല്ലേ? ആണ്. വാട്ടർ സോഴ്സ് എന്തുണ്ടെങ്കിലും 7.5 മീറ്റർ ഡിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിലേ സാധാരണ രീതിയിലേ അതിർത്തിയും വന്ന് എത്ര കഴിഞ്ഞിട്ട് വേണം സെപ്റ്റിക് ടാങ്ക് തുടങ്ങണമെങ്കിൽ? അതിരുമന്ന് എത്ര ഇത് കഴിഞ്ഞിട്ട് വേണം സെപ്റ്റിക് ടാങ്ക് തുടങ്ങാൻ? സെപ്റ്റിക് ടാങ്ക് കറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 1.2 മീറ്റർ ഫ്രം ദ ബൗണ്ടറീസ്. 1.2 മീറ്റർ ഫ്രം ദ ബൗണ്ടറി. വീട്ടിനകത്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ബൗണ്ടറിയിൽ 1.2 വേണം. പക്ഷേ ബിൽഡിങ്ങിന് ബിൽഡിങ് 300 64 150 സ്ക്വയർ, അതൊന്നും ഞാൻ നോക്കാം. അതിനാണെന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്ററിലും ചെയ്യാം.
പ്ലോട്ട് ഏരിയ ചെറുതായിരിക്കണം. സ്മോൾ പ്ലോട്ടിനകത്ത് അത് ബാധകമല്ല. 50 സെന്റിമീറ്റർ നമ്മൾ ബിൽഡിങ്ങിന്റെ അതേ പറയുന്ന 50 സെന്റിമീറ്റർ വിട്ട് നമുക്ക് ചെയ്യാം. അവിടെ വേറൊന്ന് സ്മോൾ പ്ലോട്ട് ആണെങ്കിലും നിയറസ്റ്റ് ബില്ലിൽ നിന്ന് 7.5 മീറ്റർ നിർബന്ധമായി വേണം. ഞാൻ ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ, വീഡിയോ ഇല്ലല്ലേ? ഞാൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അല്ല, വീഡിയോ ഇല്ല. വീഡിയോ ഇല്ല. ഓക്കെ ഓക്കെ സർ. അപ്പോ ഇതിന് 1.2 മീറ്റർ ലീച്ച് പിറ്റ് ആണെങ്കിലും സോഫ്റ്റ് പിറ്റ് ആണെങ്കിലും സെപ്പറേറ്റ് ആണെങ്കിലും ഇതെല്ലാം ബൗണ്ടറിയിൽ നിന്ന് 1.2 മീറ്റർ ഫ്രം ദ ബൗണ്ടറി. ഇത് കൃത്യമായി പാലിക്കണം. അതുകൊണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. വേസ്റ്റ് ഡിസ്പോസല്, പിന്നെ പെർമിറ്റ് എന്തിനൊക്കെ വേണം, എന്തിനാണ് നെസസറി ആയിട്ടുള്ള, എന്തിനൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളും നമുക്ക് അത് അടുത്തൊരു ബില്ല് ചെയ്ത് വരുന്നതല്ല, നമുക്ക് അതിനകത്ത് അത് പക്ഷേ ഒരു കുറെ കാര്യങ്ങൾ എടുക്കാനാണ്. ഇതിനകത്ത് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയതിനകത്ത് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ? അതെ, നമ്മുടെ രണ്ട് സൈഡിലും പഞ്ചായത്ത് റോഡ് വരണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് 3 മീറ്റർ വിടണം. രണ്ട് സൈഡിൽ നിന്ന് 3 മീറ്റർ ഇല്ല. പഞ്ചായത്ത് റോഡാണെങ്കിൽ 2 മീറ്റർ മതി. 2 മീറ്റർ മതി. ആ റോഡ് നമുക്ക് 75 സെന്റിമീറ്ററിൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ മതി. 175 അല്ലേ? 175 സെന്റിമീറ്ററാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ, എനിക്ക് അത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 2 മീറ്റർ മതി എല്ലാ റോഡുകളും. ഓൺലി നാഷണലൈസ്ഡ് മീൻസ് നമ്മൾ നോട്ടിഫൈഡ് റോഡ്സ്, PWD റോഡ്സ് എന്ന് മാത്രം. മോർ ദാൻ 6 മീറ്റർ വൈഡ് ഉണ്ടോ ആ റോഡിന്, അവിടെ നിന്ന് 3 മീറ്റർ ക്ലിയറൻസ് വേണം. 3 മീറ്റർ വേണം. റോഡിന് പാരലായി 3 മീറ്റർ അകത്തോട്ട് വരയ്ക്കുന്നതാണ് പെർമിസിബിൾ ലൈൻ. റോഡിൽ നിന്ന് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഒരു ചെറിയ പ്രൈവറ്റ് റോഡാണ് പോകുന്നത്, മുനിസിപ്പാലിറ്റി ആണ് അത് ടാർ ചെയ്യുന്നത്, അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ ആ റോഡിന്റെ വിഡ്ത് ചെറുതാണ്. അതിലൂടെ 100 ഫാമിലിക്ക് പോകുന്നുണ്ടെങ്കിലും അതിന് 2.5 മീറ്റർ വീതി ഉള്ളൂ, അല്ലെങ്കിൽ 2.4 മീറ്റർ മിനിമം വേണമെന്നാണ് അക്സസിബിലിറ്റി കൊടുത്തത് ഉള്ളൂവെങ്കിൽ ആ വീടിന് നിങ്ങൾക്ക് 2 മീറ്റർ വിട്ടാൽ മതി. പക്ഷേ ഫ്രണ്ട് യാർഡ് നിങ്ങൾക്ക് വരേണ്ടത് ആവറേജ് 3 മീറ്റർ ഉണ്ടായിരിക്കും. മനസ്സിലായാലേ? അല്ല, അത് സ്റ്റോപ്പ് എന്റെ കണ്ടിന്യൂ ചെയ്യണില്ലെങ്കിലാ? അല്ല, ഫ്രണ്ട് യാർഡിൽ വ്യത്യാസമുണ്ട്. യാർഡുകളും റോഡ് ക്ലിയറൻസും രണ്ടാണ്. ഫ്രണ്ട് യാർഡ്, ബാക്ക് യാർഡ്, സൈഡ് യാർഡ്, ഇത് രണ്ടും വേറെയാണ്. യാർഡുകൾ എന്നുള്ള വ്യത്യാസം വേറെയാണ്. റോഡ് എന്നുള്ള പെർമിസിബിൾ, നമ്മളിപ്പോ കെട്ടിടം വരയ്ക്കുമ്പോൾ ഒരു പെർമിസിബിൾ ലൈൻ വരയ്ക്കാം. അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഓഫ്സെറ്റ് ചെയ്യും. ഏതാണ് ബൗണ്ടറി കഴിഞ്ഞിട്ട് ഓഫ്സെറ്റ് ചെയ്യും. 3 മീറ്റർ ഓഫ്സെറ്റ് ചെയ്തിട്ട് അപ്പുറം ഓരോ മീറ്റർ, 2 മീറ്റർ അങ്ങോട്ട് ഇങ്ങോട്ടും വയ്ക്കും. ബാക്കിൽ 1.5 മീറ്റർ പിടിച്ചു വയ്ക്കും. ഇങ്ങനെ ഒരു 4 വശം വരച്ചിട്ട് ലൈൻ വരും. അതല്ല പെർമിസിബിൾ ലൈൻ. പെർമിസിബിൾ ലൈൻ എന്ന് പറയുന്നത് എവിടെ റോഡുണ്ടോ ആ റോഡ് പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു ഡിസ്റ്റൻസ് അവർ പറയുന്നുണ്ട്. പബ്ലിക് പ്രോപ്പർട്ടിയിൽ മെയിൻ ആയിട്ട് റോഡുകളാണ് ഇതിനകത്ത് എടുത്തത്. ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധകമല്ല. നമുക്ക് അവിടെ വേണ്ട, നമുക്ക് 1 മീറ്റർ സൈഡ് കൊടുത്താൽ മതി. ഇപ്പോൾ 10 മീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ കൊടുത്താൽ മതി. സ്കൂളാണെങ്കിലും ഇപ്പുറത്തേക്ക് കിടത്തിന് അതേ ഉള്ളൂ. പക്ഷെ റോഡാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ 2 മീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് അതിനകത്തേ ചെയ്യാൻ പറ്റും, അതിനകത്തേ നിൽക്കാൻ പറ്റും. ഇനി അത് 10 മീറ്ററിന്റെ മുകളിൽ പോകണമെങ്കിൽ 2.5 മീറ്ററിലോട്ട് മാറണം. ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് കണ്ടാ പോരെ 3 മീറ്റർ എന്നുള്ളത്? 3 മീറ്റർ എന്നുള്ളത് ആവറേജ് കൊടുക്കുന്ന റെസി ബിൽഡിങ്സിന് മാത്രമേ ഉള്ളൂ. റോഡിന്റെ സ്ഥലത്ത് വരുന്നത് നിങ്ങൾക്ക് എവറി പോയിന്റ്, അതിനകത്ത് റോഡിനകത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ നിങ്ങൾ 2 മീറ്റർ ആണ് നമുക്ക് വിടേണ്ടത്. വെച്ചാൽ നാഷണൽ റോഡല്ല, അല്ലെങ്കിൽ റോഡല്ല, അല്ലെങ്കിൽ നോട്ടിഫൈഡ് റോഡല്ല. അപ്പൊ നിങ്ങൾ 2 മീറ്ററിൽ ഒരു പെർമിസിബിൾ ലൈൻ മതി. ഈ പെർമിസിബിൾ ലൈനകത്തോട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഒരു പാർട്ടും വരാൻ പാടില്ല. നിങ്ങൾക്ക് ആവറേജ് എടുക്കാം. അവിടെ നിങ്ങൾക്ക് ആവറേജ് വരുമ്പോഴത്തേക്കും ഈ 2 മീറ്ററിനകത്ത് കയറാൻ പാടില്ല. ആവറേജ് നമുക്ക് 1.8 മീറ്റർ പ്ലസ് എങ്ങനെ കിട്ടിയാലും നമുക്ക് ആവറേജ്. ഇപ്പൊ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അല്ല സാറേ, ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഔട്ടർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഈ 3 മീറ്റർ ഈ പറയുന്ന പെർമിസിബിൾ ലൈനകത്ത് ബിൽഡിങ്ങിന്റെ ഒരു പാർട്ടും വരാൻ പാടില്ല. കാരണം നമുക്ക് ആവറേജ് 1.8 മീറ്റർ മതി എന്നുണ്ട് 3 മീറ്ററിൽ, അല്ലേ? പക്ഷെ 1.8 മീറ്റർ ഫ്രണ്ട് യാർഡ് നിൽക്കുന്നിടത്ത് നിങ്ങൾ റോഡിന് 2 മീറ്റർ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. റോഡ് അല്ലാത്തൊരു ഭാഗത്താണ് നിങ്ങൾ ഇത് വരുന്നതെങ്കിൽ 1.8 മീറ്ററിൽ കൊടുത്താൽ കുഴപ്പമില്ല. മനസ്സിലായോ? റോഡിന്റെ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? റോഡ് ബൗണ്ടറി നമ്മളെ കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യും. അകത്തോട്ട്
റോഡിന്റെ അതേ ലൈനിൽ അകത്തോട്ടൊരു 3 മീറ്റർ ഓഫ്സെറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ 2 മീറ്റർ ഓഫ്സെറ്റ് ചെയ്തിരിക്കും. റോഡിന്റെ ബൗണ്ടറി. അതെ അതെ. അതിൽ നിന്ന് അല്ല സാറ് നമ്മൾ പലരും സെപ്റ്റി ടാങ്ക് കൊടുത്തതായി കാണുന്നത്. അപ്പൊ അതെന്താണ്, അത് നിയമവശമാണോ? അവിടെ കൊടുക്കാൻ പറ്റില്ല. സെപ്റ്റി ടാങ്ക് ഒരിക്കലും അനുവദിക്കില്ല. ഈ പറയുന്നതിനകത്ത് എടുക്കാൻ പറ്റില്ല. അവരത് മൂടിയൊക്കെ വെച്ചൊക്കെ ആണ് പോകുന്നത്. വെല്ല് അനുവദിക്കില്ല, സെപ്റ്റി ടാങ്ക് അനുവദിക്കില്ല. അവിടെ അനുവദനീയമായിട്ടുള്ളത് ഈ ഏരിയയിൽ, പെർമിസിബിൾ ഏരിയയിൽ അനുവദനീയമായിട്ടുള്ളത് ഡോഗ് ഹൗസ്, ചെറിയ പട്ടിക്കൂടുകളോ 2.4 മീറ്ററിന് താഴെ പൊക്കമുള്ള വാച്ച്മാൻ റൂം, ഇത് രണ്ടെണ്ണമേ ഉള്ളൂ. ഗേറ്റിന്റെ കമാനങ്ങൾ ചെയ്യാം. ഇത് മാത്രമേ അവിടെ അനുവദനീയമുള്ളൂ. ഈവൻ ഒരു അക്സസറി ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം, ഇതിന് വാച്ച്മാൻ റൂം അല്ലാതെ വേറൊരു റൂമും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡോഗ് ഹൗസ്, അതിന്റെ 1.8 മീറ്ററിന് താഴെ ആയിരിക്കണം, 1.5 മീറ്ററിന് താഴെ. ഡോഗ് ഹൗസ് ഒരിക്കലും നമ്മുടെ വലിയ ഇത് കിട്ടൂല. അത് പെർമിസിബിൾ സാർ അപ്പൊ ഈ കാണുന്നതൊക്കെ പെർമിറ്റ് കിട്ടിയ ശേഷം എടുത്തതായിരിക്കും അല്ലേ? ആണ്, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതും ഇതിന് ശേഷം ഒരു ഓഡിറ്റിംഗ് വരുന്നുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഓഡിറ്റിംഗ് വരും. ആ ഓഡിറ്റിംഗ് ടൈമിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഫൈൻ ചെയ്ത് പോകും. നോട്ടീസ് കൊടുക്കാം, ഇടിച്ചു കളയാനുള്ള നോട്ടീസ് കൊടുക്കാം. അവരുടെ കൊടുക്കുന്ന നോട്ടീസുകൾക്ക് നല്ല രീതിയിലുള്ള ഇത് വരുന്നതാണ്. അത് പൊളിച്ചു കളയേണ്ടി വന്നാൽ അത് ചെയ്യാൻ പറ്റും. റൂൾ 15 കൂടെ പറഞ്ഞോ സാർ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഈ റൂൾ 15 കൂടെ പറഞ്ഞ് അതങ്ങ് നിർത്താം. അടുത്തൊരു ദിവസത്തേക്ക് അടുത്തൊന്നും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇന്ന് ഒട്ടും ഞാൻ ശരിക്കും അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എടുത്തുമല്ല. ഇതിനകത്ത് എനിക്ക് 2-3 സ്ലൈഡുകൾ മാറ്റേണ്ടതുണ്ട്. പുതിയ റൂള് വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കുറെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊന്നും ടച്ച് ചെയ്തില്ല. ടച്ച് ചെയ്യാതെയാണ് ഞാൻ പോയത്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോയെടുത്തു. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സാറിനോട് വാട്സാപ്പിലിട്ട സാർ എനിക്ക് തിരിച്ചിടും. ഞാൻ ഫ്രീ ആവുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അത് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ECPCയുടെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് ഞാൻ കുറെ അങ്ങനെ ആ ഒരു ഭാഗത്തോട്ട് മാറിയതുകൊണ്ടാണ് ഞാൻ ബിൽഡിംഗ് റൂൾ അധികം നോക്കാത്തത്. ഇപ്പൊ ബിൽഡിംഗ് റൂളിന്റെ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സോഫ്റ്റ്വെയർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ റൂൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ സോഫ്റ്റ്വെയറിൽ ഈ പറയുന്ന എന്താണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ അത് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ്? റൂളിനകത്ത് വരണം. റൂള് ശരിക്ക് റൂളിനെ പറ്റി നമുക്ക് ബോധമുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. റിജക്ട് ചെയ്യുന്നു സാർ, ഇത് ഞാൻ റിജക്ട് ആയിക്കൊണ്ടിരിക്കുന്നു, അത് എനിക്ക് സ്ക്രൂട്ടിനി പാസ് ആവുന്നില്ല. എന്താണ് കാരണം? അത് അവിടെ ആ ബിൽഡിങ്ങിന് റൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ്. സാർ മറ്റേ ഞാൻ ആ കഴിഞ്ഞ കെട്ടിടം ചെയ്തപ്പോഴത്തേക്ക് അത് റെസിയായിരുന്നു, അത് റെസിഡൻസ് ബിൽഡിംഗ് ആണ്. ഓരോ കാറ്റഗറിക്കും റൂള് വ്യത്യാസം. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മുടെ പ്രമാണത്തിലാണെങ്കിൽ 4 പേരുടെ പേരിൽ എഴുതി കൊടുത്ത്, പക്ഷെ കരമടയ്ക്കുന്നവർ 3 പേരുടെ പേരിലോട്ട്. അപ്പൊ നമ്മൾ പെർമിറ്റ് എടുക്കുന്ന ഈ 3 പേരുടെ പേരിൽ വേണോ, അതോ പ്രമാണത്തിൽ എഴുതി കൊടുത്തവരുടെ പേര് വേണോ? പ്രമാണത്തിൽ എഴുതി കൊടുത്തേക്കുന്ന ആളിന് മൂന്നാമത്തെ ആള് മൈനർ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഭാര്യയും ഭർത്താവും കുഞ്ഞും അമ്മയുടെ പേരിലൂടെ കൊടുത്തേക്കുന്നത്. അച്ഛൻ അവകാശമുണ്ട് അതിന് താമസിക്കാൻ. പക്ഷെ കരമടച്ചതിനൊക്കെ ഭാര്യയും ഹസ്ബൻഡും മോന്റെയും പേരിലേ ഉള്ളൂ. അതെ, അച്ഛന്റെ പേരില്ല. അവകാശം ഉള്ളതുകൊണ്ട് അച്ഛന്റെ പേരിൽ അച്ഛന്റെ അവകാശം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അമ്മയുടെ പേരിലോട്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രശ്നമില്ലല്ലോ. കരമടച്ചത് ആരുടെ ആണോ അവരുടെ പേരിൽ കൊടുത്താൽ മതിയോ? നമ്മൾ അതിനകത്ത് അവകാശി ഉള്ളത് കൊണ്ട് അവകാശിയുടെ പെർമിഷൻ എടുത്തേ ചെയ്യാൻ പറ്റും. ഓക്കെ. അവരുടെ പേരിൽ ഇത് എഴുതില്ല, പക്ഷെ അവകാശിയുടെ പെർമിഷൻ വിത്ത് പെർമിഷൻ, അവരുടെ NOC ഇല്ലാതെ നമുക്ക് അതിനകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അത് അവര് അവകാശി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവരുടെ കൺസേൺ ലെറ്റർ മേടിച്ചു വെക്കണം. അപ്പൊ നമ്മൾ കൺസേണിലൂടെ അതുകൂടെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം. ഓ ശരി ശരി. സാർ ഇപ്പൊ പറഞ്ഞ കേസ് ഒന്നുകൂടെ പറയാം, എനിക്ക് മനസ്സിലായി. ഏതാണ്? ഈ അവകാശിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു പ്രമാണത്തിനകത്ത് നമ്മുടെ പേരിൽ ഒരു പ്രമാണം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ആ പ്രമാണത്തില് അവകാശിയെ വെച്ചിട്ടുണ്ട്. അവകാശി മീൻസ് അവരുടെ കാലശേഷം മാത്രമേ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ വസ്തു കിട്ടൂ.
അതിൽ നിന്ന് ആദായം എടുക്കാനുള്ള അവകാശം എഴുതുന്നുണ്ട്. മുമ്പ് അങ്ങനെ പല പല ഇതും എഴുതുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവകാശമുണ്ടെങ്കിൽ അവകാശിയുടെ കൺസേൺറ്റോട് കൂടി മാത്രമേ എനിക്ക് അതിനകത്ത് വീട് വയ്ക്കാൻ പറ്റൂ. വീട് വയ്ക്കുന്ന എന്റെ പേരിൽ തന്നെ ആയിരിക്കും, വസ്തു എന്റെയിലാണ്, കരം അടയ്ക്കുന്നത് ഞാനാണ്. പക്ഷെ അതിനകത്ത് അവകാശി ഉണ്ടെങ്കിൽ അവരുടെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വയ്ക്കണം. ഒരു അതറൈസേഷൻ മേടിച്ച് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. നമ്മൾ വൈറ്റ് ഓക്കെ. പേപ്പറിൽ എഴുതിയാൽ പോരെ, അതോ പ്രത്യേക ഫോം വല്ലതും ഉണ്ടോ? അല്ല, സാധാരണ എല്ലാവരും ഇതിനകത്ത് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോണ്ട് പേപ്പറിൽ മേടിച്ച് സെക്രട്ടറിക്ക് എനിക്ക് ഇതിനകത്ത് വീട് നിർമ്മിക്കുന്നതിന് എനിക്ക് എതിരില്ല എന്നുള്ളത് എഴുതി നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെപ്പിക്കും. പിന്നെ ഇത് പിന്നീട് ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ അവ ആ കാര്യങ്ങൾ ചെയ്യും. നോട്ടറി അറ്റസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ കാര്യങ്ങൾ ചെന്ന് ബോധ്യപ്പെടുത്തുന്ന 200 രൂപ പത്രത്തിൽ തന്നെ എഴുതി വയ്ക്കും. സെക്രട്ടറിയുടെ പേരിലാണ് എഴുതി കൊടുക്കുന്നത്. സാറേ, അതായത് 3 സെന്റ് താഴെയാണെങ്കിൽ സാർ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ബാധകമാണോ? 3 സെന്റ് താഴെയാണെങ്കിൽ എന്തിനാണ് കണ്ടീഷൻസ്? അത് അവിടെ നമുക്ക് അവിടെ മുമ്പത്തെ മാതിരി തന്നെയാണോ? ഡോർ വെക്കാതിരുന്നാലും ആ അതിർത്തിയിൽ നിന്ന് നമുക്ക് പോക്കാൻ പറ്റും ഇപ്പോഴും? 3 സെന്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് യാർഡ് വ്യത്യാസമുണ്ട്. അവിടെ 2 മീറ്റർ മതി. അപ്പൊ നമുക്ക് പെർമിഷൻ ലൈനിൽ തന്നെ നമുക്ക് വീടിൻ്റെത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത് ഇവിടെ 3 മീറ്ററിലേ വെക്കാൻ പറ്റും. 3 സെന്റ് ആണെന്നുണ്ടെങ്കിൽ 2 മീറ്റർ മതി, 1 മീറ്റർ മതി, 50 സെന്റിമീറ്റർ മതി. ബാക്കിൽ 50 സൈഡില് 1 മീറ്റർ മതി, സൈഡിൽ 50 സെന്റിമീറ്റർ വെച്ച് മതി. പക്ഷെ 50 സെന്റിമീറ്റർ 51 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ 51 സെന്റിമീറ്റർ 30 സെന്റിമീറ്ററിന് ഷെയ്ഡ് വെക്കാൻ പറ്റും. ഡോർ തുറക്കാം എന്നുള്ളത് കൊടുക്കില്ല. 50 സെന്റിമീറ്റർ എങ്കിലും 50 സെന്റിമീറ്റർ താഴെയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് പറ്റില്ല. അപ്പൊ നമ്മൾ 55 സെന്റിമീറ്റർ വെച്ചിട്ട് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് നമ്മൾ ലിൻഡൽ എബോ ലിൻഡൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇപ്പോഴതും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. റൂൾ നമ്പർ 15 എന്ന് പറയുന്ന റിന്യൂവൽ ഓഫ് പെർമിറ്റ് ആണ്. ഇതും എല്ലാ സ്ഥലത്തും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കേസാണ്. ഒരു പെർമിറ്റിന് 5 വർഷത്തെ കാലാവധിയാണുള്ളത്. ആ 5 വർഷം കഴിഞ്ഞാൽ ആ പെർമിറ്റ് പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ അവര് പല പഞ്ചായത്തുകളിലും അത് പിന്നെ പുതുക്കി കൊടുക്കില്ല, അതിനെ റെഗുലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തെറ്റാണ്. പലരും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചില സെക്രട്ടറിമാരുടെ നിർവാശിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ സിസ്റ്റത്തിനകത്ത് വന്നപ്പോഴത്തേക്കും സിസ്റ്റം അത് റിന്യൂവലിനുള്ളത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യാനുള്ള ഇതും കൊടുത്ത് ഒരു പെർമിറ്റും അടച്ചു വന്നു. പൈസ അടച്ചു കഴിയുമ്പോഴും അതെങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അടുത്ത ഒരു 5 വർഷത്തേക്ക് കൂടെ നമുക്ക് റിന്യൂവൽ ചെയ്യാനുള്ളതാണ് പറയുന്നത്. പെർമിറ്റ് ക്യാൻസൽ ആവുന്ന റിന്യൂവൽ ചെയ്യാം. ഇനി റിന്യൂവൽ ചെയ്ത ഈ 10 വർഷം കഴിഞ്ഞാലും നമുക്ക് അതിനെ പിന്നും നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ചില കണ്ടീഷനിൽ ആ വർക്കുകൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പഞ്ചായത്തിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി ആനുകൂല്യങ്ങൾ സഹിതം അതിനകത്ത് കൊടുത്തുകൊണ്ട് റിന്യൂ ചെയ്ത് മേടിക്കാൻ പറ്റും. റിന്യൂവൽ ഫീയുടെ 10% കൂടെ പെർമിറ്റ് ഫീയുടെ ഇതിനൂടെ അടയ്ക്കണം. ഇതിപ്പോ ഒരു പെർമിറ്റ് എക്സ്പയർ ആയി. എക്സ്പയർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 ഇയർ പെർമിറ്റ് ഗോയിങ് ടു എക്സ്പയർ എന്ന് മാത്രമേ ഉള്ളൂ. അത് ക്യാൻസൽ അല്ല, പെർമിറ്റ് ക്യാൻസൽ ആവുന്നില്ല, പെർമിറ്റിന്റെ പീരീഡ് എക്സ്പയർ ആവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ആയി കഴിഞ്ഞാൽ 50% ഫീസ് കൂടെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എടുക്കാൻ പറ്റും. അതായത് പെർമിറ്റ് ഫീയുടെ 10% ആണ് നമ്മൾ പെർമിറ്റ് റിന്യൂവലിന് അടയ്ക്കേണ്ടത്. എത്രയാണോ പെർമിറ്റ് ഫീ അതിന്റെ 10% അടച്ചുകൊണ്ട് പെർമിറ്റ് റിന്യൂ ചെയ്യാം എക്സ്പയറി ഡേറ്റിന് മുമ്പ്. ഇനിയിപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 2 വർഷമായാലും 3 വർഷമായാലും നിങ്ങൾക്ക് അതിന്റെ 50%, നേരത്തെ ഒരു പറഞ്ഞ് പെർ ഇയർ വെച്ച് നിങ്ങൾ 50% അടയ്ക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരു 50% അടച്ചാൽ അതിനെ റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ 100 രൂപ അടച്ച് അല്ലെങ്കിൽ ഒരു 10,000 രൂപ അടച്ച ഒരു പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ അത് റിന്യൂ ചെയ്യുമ്പോഴത്തേക്കും പെർമിറ്റ് ലെവലിൽ ഞാൻ റിന്യൂ ചെയ്യുകയാണെങ്കിൽ 11,000 രൂപയ്ക്ക് അത് ഞാൻ റിന്യൂ ചെയ്യാൻ പറ്റും. അതിന്റെ 10% ഫീസ് 10,000ത്തിന്റെ 10% മാത്രം അടച്ചാൽ മതി. 10,000 രൂപയുടെ 10% അടച്ചുകൊണ്ട് എനിക്ക് റിന്യൂ ചെയ്യാം. അതിപ്പോഴേ ലാസ്റ്റ് ഇതിലത്തെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. 70% എന്ന് കൊണ്ടുവന്നതിന് അടപ്പിച്ചു, തിരിച്ചൊക്കെ കൊടുത്തു, ഇട്ടേക്കാണ്. ആഫ്റ്റർ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഫീയുടെ 50% അടയ്ക്കണം, 50% അടയ്ക്കണം. 10,000 രൂപയുടെ പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ 5,000 രൂപ ഞാൻ അടയ്ക്കണം. മനസ്സിലായോ? അതെ, അത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അവർ വളരെ വിഷയം ഉണ്ടാക്കി. നമ്മൾ പല സ്ഥലങ്ങളിലും ഞാനിപ്പോ എനിക്കറിയാവുന്ന ഒരു 3-4 പേരുടെ കേസ് വന്ന് അവർ പറഞ്ഞ് സാർ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നമ്മൾ യുദ്ധം ചെയ്യാതിരിക്കുകയല്ല, നിങ്ങൾ റൂള് ബേസ് നിങ്ങൾ നോക്കുക, എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് എഴുതി മേടിച്ചിട്ട് പിന്നെ കേസിനൊക്കെ പോകാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു ഇത് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അവരത് മനസ്സിലാക്കിയിട്ട് പിന്നീട് അവർ കൊടുത്തു. എന്റെ ഒരു പെർമിറ്റ് ഒരുപാട് കാലം ചെയ്യാതെ വെച്ചിരുന്നു. ഇത് കൊടുത്തിട്ട് ഇവർക്ക് ഒപ്പിടാൻ പോലും പേടിയാവും. ഞാൻ അവസാനം സെക്രട്ടേറിയറ്റിൽ പോയാലും ഞാൻ ചോദിച്ചു. അപ്പൊ അയാളത് അവിടെ
സാർ ഇത് നോർമൽ കേസ്, ഇത് റൂളാണ്. ആ റൂള് ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 50 M സ്കോറിന്റെ കേസ് പറഞ്ഞല്ലോ, പലരും അത് അവൈൽ ചെയ്യാത്തതാണ്. അവരതിനെ ചേഞ്ച് ചെയ്യും. എനിക്കിത് ഇപ്പൊ അടുത്തൊരു ക്ലിനിക്കിന്റെ ഒരു ഇത് കൊണ്ടുവന്നേക്കുന്നു, അത് വെറും 121 M സ്കോറേ ഉള്ളൂ. അതിനെ കൊമേഴ്സ്യൽ ചെയ്തിട്ട് 7,500 രൂപ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 15,000 രൂപയാണ് ഒരു വർഷം ടാക്സ് വരുന്നത്. അതിന്റെ ടാക്സ് വരേണ്ട നോർമൽ ബേസിലുള്ള ബിൽഡിങ്ങിന്റെ ടാക്സ് അതിനകത്ത് വരാൻ പാടില്ല. കാര്യം അവർക്ക് അന്ന് ചെയ്തവർ പറഞ്ഞു കൊടുക്കാത്തതാണോ, പക്ഷെ അവരെ മുനിസിപ്പാലിറ്റി തെറ്റിച്ചതാണോ, അത് എനിക്ക് വ്യക്തമല്ല. എന്തായാലും എന്റെ അടുത്ത് ഇത് വന്നപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാനത് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് 50 M സ്ക്വയറിന്റെ ഒരു ബിൽഡിങ് എന്റെ ഓൺ ഷോപ്പ് മീൻസ് എന്റെ ഓഫീസ് വീട്ടിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കൊമേഴ്സ്യലാക്കാനായിട്ട് ഒക്കുപ്പൻസി ചേഞ്ചിനായിട്ട് AR എന്ന് എഴുതി വിട്ടു, റവന്യൂ ഇൻസ്പെക്ടർ എഴുതി വിട്ടു, ഹെൽത്ത് കമന്റ് ചെയ്തിട്ട് എഴുതി വിട്ടു. അപ്പൊ മുനിസിപ്പാലിറ്റി അതിനെ റിജക്ട് ചെയ്തു. ഫസ്റ്റ് ഇയർ ഞാൻ മേടിച്ചു, രണ്ടാമത് ഓഫീസിൽ നിന്ന് പോയി റിന്യൂവൽ ചെയ്യുന്നപ്പോഴത്തേക്കും ചെയ്യില്ല, റൂളൊക്കെ ചേഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ റൂൾ ബുക്ക് കൊണ്ടുവന്ന് സെക്രട്ടറിയെ കൊടുത്തിട്ടുണ്ട്, സാർ ഇതാണ് നമ്മുടെ റൂൾ ഇതാണ്, പക്ഷെ എനിക്ക് ഇന്ന ആളിത് ചെയ്തു തരുന്നില്ല, എന്താണ് സാർ? അപ്പൊ വിളിപ്പിച്ചിട്ട് റൂൾ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നു? അവർക്ക് റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. സാർ അപ്പൊ വിളിച്ചു പറഞ്ഞു, അടുത്ത HI ഓടി വന്ന്, HIയുടെ സെക്രട്ടറി അവിടെ നിന്ന് സ്റ്റാഫാണ് വന്ന് അവര് നോക്കിയിട്ടുണ്ട്, സാർ അത് 6 പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ 6 എങ്ങനെയാ പുതിയ നിയമം ഉണ്ടാക്കുന്നത്? 6 നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമം നടപ്പിലാക്കാൻ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിനെ പരിപാലിക്കാൻ മാത്രമേ പറ്റൂ, അല്ലാതെ പുതിയ നിയമങ്ങൾ അവർക്കുണ്ടാക്കാൻ പറ്റില്ല. 70% ഉദ്യോഗസ്ഥന്മാർക്ക് നിയമം അറിയില്ല എന്നാണ് പറയുന്നത് സാറേ. അറിയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരിതിനെ പിന്നെ അവരുടെ ആ ഒരു ഇത് കാണിക്കും. നമ്മളെ അങ്ങോട്ട് നമ്മള് ഒരു ഹയറാർക്കി കാണിക്കാതെ നമ്മൾ കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ട മിക്കവാറും ഉള്ള കാര്യങ്ങൾ നമുക്ക് നടത്തി കിട്ടാറുണ്ട്. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. കടയ്ക്കാർ പഞ്ചായത്തില് ഒരു പുതിയൊരു സെഷൻ ക്ലാർക്ക് വന്നിട്ട് ഉണ്ടായിരുന്ന മുഴുവൻ പേപ്പറുകളും റിജക്ട് ചെയ്തു. എന്തായിരുന്നു അതിന്റെ റീസൺ എന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഒരു 4 വർഷം മുമ്പായിരുന്നു. ഞാൻ അങ്ങനെ അപ്പൊ ഒരുപാട് പേര് ഞാൻ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങൾ മാസമായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്, സാർ ഇങ്ങനെ ഇത് ഞാൻ റിജക്ട് ചെയ്യുന്നുണ്ട്, എന്താണ് അതിന്റെ? അത് എന്തോ ഒരു റീസൺ ഉണ്ടായിരുന്നു, എനിക്കിപ്പോ അത് ഓർമ്മയില്ല, ഒത്തിരി വർഷമായതാണ്. ഞാൻ അങ്ങനെ ഒരു റൂളില്ല സാർ, റൂളിനകത്ത് ഇതാണല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒരേ കണക്കല്ല സംസാരിക്കുന്നു, ഒത്തിരി ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നുണ്ട്, അത് അവരുടെ രീതിയാണ്, അവർ എല്ലാവരും ഒരേ കണക്കല്ല. ഞാനിപ്പോ ഇങ്ങനെ കൂളായിട്ട് ഞാൻ മനസ്സിലായി, അതല്ല നിയമം ആയതുകൊണ്ട് വന്നതാണ്, അതല്ല ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അല്ല, നിയമം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാൻ പറ്റൂ. ഇരുത്തിയന്ന് അത് അതിന് എല്ലാ പേപ്പറുകളും ഒരു ലേഡിയായിരുന്നു, അവര് തിരിച്ചിട്ടു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അയാൾ ഒരുപാട് അവരെ ഷൗട്ട് ചെയ്തു, നിങ്ങൾ തോന്നുന്ന പോലെയാണോ നിയമം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു അവരെ ഷൗട്ട് ചെയ്തു. നമ്മുടെ മുമ്പേ സെക്രട്ടറി ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മള് അത് വർക്ക് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം മറന്നിട്ട് കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഇത് ഒരു കാര്യമാണ്. പെർമിറ്റിന് 5 വർഷമല്ല, 5 വർഷം എന്ന് പറയുന്നത് അതിന്റെ റിന്യൂവൽ പീരീഡ് ആണ്. 5 വർഷം വീതമുള്ള 2 ടേം മാത്രമാണ് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇനി 2 ടേം കഴിഞ്ഞാൽ, ഈ 10 വർഷം കഴിഞ്ഞാലും നമുക്ക് പെർമിറ്റ് എടുക്കാം. 10 വർഷത്തിനകത്തേ ചെയ്ത് തീർക്കാന്നുള്ളത്. അങ്ങനെ വരുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ പെർമിറ്റ് ഫീയുടെ 2 ടൈംസ് ഓഫ് പെർമിറ്റ് ഫീ അടച്ചുകൊണ്ട് സ്പെഷ്യൽ കൗൺസിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഉള്ളത് തരുന്നത് 2 വർഷം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പെർമിറ്റിനകത്ത് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെ അടുത്തൊരു എന്തെങ്കിലും നമുക്ക് ഒരു ക്ലാസ് കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, എല്ലാവരുടെയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ടൈം നമുക്ക് നിർത്താം. അവസാനത്തെ സ്ലൈഡ് ഒന്ന് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഒരു ഗുഡ് നൈറ്റ് പറയാം. ഗുഡ് നൈറ്റ്. ഓക്കെ, അതെന്തായാലും ഇത്രയും നല്ല ക്ലാസ് എടുത്തു തന്ന ജയപ്രകാശിന് സാറിന് RFSന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു, ഒപ്പം നിങ്ങളുടെ പേരിൽ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ.